ഒരിക്കലും ഫൗണ്ടേഴ്സ് ഈക്വലി സാലറി ഷെയർ ചെയ്യരുത്. ഒരാൾക്ക് 75% ഷെയർ ഉണ്ട്, ഒരാൾക്ക് 25% ഷെയർ ഉണ്ട്. ഈ റീസണിനെ കൊണ്ട് എന്ത് ചെയ്യരുത്, 75 ഉള്ള ആൾ 1 lakh സാലറിയും അല്ലെങ്കിൽ 25 ഉള്ള ആൾ 70,000 സാലറി എടുക്കരുത്. പിന്നെ നമ്മൾ എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ മാർക്കറ്റിനെ ഡിറ്റർമിൻ ചെയ്യാം. ഒരിക്കലും ലോസ് എന്ന് പറയുന്നതിന് ഒരു ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അവരൊക്കെ ലോങ് ടേം ഗെയിമാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് മന്ത്ലി റവന്യൂ 2 crore എത്തി. എനിക്ക് അവരോട് പറയാനുള്ള മറുപടി എന്ന് പറയുന്നത് 1 crore എന്ന് പറയുന്നത് എന്റെ 2 weeksലെ അല്ലെങ്കിൽ ഒരു 1.5 weeksലെ റവന്യൂ മാത്രമാണ്. ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഫൗണ്ടർ എന്നുള്ളതിൽ ഞാൻ സക്സസ്ഫുൾ ആയിരിക്കും. ഇന്ന് എന്റെ കൂടെ ഉള്ളത് റമീസ് ആണ്. കേരളത്തിലെ ഒട്ടുമിക്ക ഓൺടർപ്രണേഴ്സിനെയും റമീസിനെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. ഇന്റർവെൽ എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടറും സിഇഒയും കൂടെയാണ്. അരീക്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയിൽ നിന്ന് ഇന്ന് 25,000 കുട്ടികളെ കാറ്റർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് റമീസ് ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പോലത്തെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരു ബിഗിനർക്ക് ഉണ്ടാവുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് ചോദിച്ച് മനസ്സിലാക്കാനും കൂടെ വേണ്ടിയാണ്. വെൽക്കം റമീസ്. ഒരു ആദ്യത്തെ കാര്യം തന്നെ പറയുന്നത്, എനിക്കൊരു ഐഡിയ ഉണ്ട്, എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുണ്ട്, ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ട്. പക്ഷെ എനിക്കൊരു ധൈര്യക്കുറവുണ്ട്. എനിക്കൊരു ഓപ്പറേഷനിലോ അല്ലെങ്കിൽ എനിക്ക് ഫൈനാൻഷ്യൽ രീതിയിലുള്ള ഒരാളും കൂടെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണെന്നുള്ളൊരു ഫീൽ ഉണ്ട്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു കോ ഫൗണ്ടറെ ഫൈൻഡ് ചെയ്യുക? അല്ലെ, യാസർ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിന്റെ ആൻസർ. എപ്പോഴും നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്കൊരു പെർഫെക്റ്റ് ഫിറ്റ് ആവുന്ന ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മുടെ കോർ ആയിട്ടുള്ളൊരു ഏരിയ, നമ്മളൊരു വിഷണറി ആളാണ്, നമ്മളൊരു ഡ്രീമർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോംപ്ലിമെന്ററി സ്കിൽ എന്ന് പറയുന്നത് എക്സിക്യൂട്ടർ ആവുക എന്നുള്ളതാണ്. നമ്മൾ കൊണ്ടുവരുന്ന സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആ എക്സിക്യൂഷൻ സ്കില്ലുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഐഡിയ ഉണ്ട്, പക്ഷെ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ടെക്കാണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്നുണ്ടെങ്കിൽ ഒരു ടെക് കോ ഫൗണ്ടറെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇപ്പോഴും കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ് ആണ് ഒരു കോ ഫൗണ്ടറിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ആദ്യ കാര്യം എന്നുള്ളതല്ല, ഒരു കാര്യം കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ് ആണ്. പക്ഷെ ആദ്യ കാര്യമായിട്ട് ഞാൻ പറയുക കെമിസ്ട്രിയാണ്. ഓക്കെ, കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതെ, അതായത് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ ഒരു n നമ്പർ ഓഫ് സ്കിൽസ് ഉണ്ടാവും. ലെറ്റ്സ് സേ ഒരു 5 സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ, 2 സ്കില്ല് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാക്കി 3 സ്കിൽസ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി 3 ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, അവിടെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ ഓൺബോർഡ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? എവിടെ നിന്ന് ഞാൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും? ലൈക്ക് ത്രൂ നെറ്റ്വർക്ക്സ് ആണോ? എങ്ങനെയാണ്? അത് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഏജ്. ഇപ്പൊ നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് എഗെയിൻ ഒരുവിധം കോ ഫൗണ്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഒരുവിധം സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറയും, നമ്മളിത് എപ്പോഴും പോയിട്ട് ആദ്യം ഷെയർ ചെയ്യാത്ത നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത്, ആ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോൾ അതിൽ യെസ് പറയുന്നവർ നമ്മുടെ കോ ഫൗണ്ടേഴ്സ് ആവും. ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പക്ഷെ ഇതിലും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഒരു കോളേജ് ആവുമ്പോൾ നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് പീപ്പിൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമുക്ക് ഹ്യൂജ് നമ്പർ ഓഫ് റിസോഴ്സസ് അവൈലബിൾ ആണ്. നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്ന, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന, അതായത് കോഡ് എഴുതുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നൊക്കെ റിസോഴ്സസ് ആരാ എന്നുള്ളത് ഒരു കോളേജ് ജീവിത കാലഘട്ടത്തിൽ നമുക്ക് അറിയാം. നമ്മുടെ ക്ലാസ്സിലായിരിക്കാം, ചിലപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ബാച്ചിലായിരിക്കാം, വേറെ ഇയറിലായിരിക്കാം. അപ്പൊ അവിടെ കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ്സ് ഉള്ള ഒരുപാട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യും. അങ്ങനെ ഒരു തെറ്റ് പലരും വരുത്താറുണ്ട്. അപ്പൊ എപ്പോഴും കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ്സ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എപ്പോഴും ഞാൻ കോംപ്ലിമെന്ററി സ്കിൽ സെറ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് ആ കെമിസ്ട്രിയും വാല്യൂസ് ഒക്കെ. അപ്പൊ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ആൾക്കാർ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്ന ഒരു ഏരിയ. നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മളുമായിട്ട് നല്ല രീതിയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത വ്യക്തികൾ മാത്രമാണ് നമുക്ക് ആ വാല്യൂസ് ഉള്ള, അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. കെമിസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ എങ്ങനെ റിസോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് കെമിസ്ട്രി എന്ന് ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും, അത് ഗേൾഫ്രണ്ട് ആവട്ടെ, ഭാര്യ ആവട്ടെ, എപ്പോഴും കോൺഫ്ലിക്ട്സ് വരും. അപ്പൊ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ ഒരു നല്ല കപ്പിൾസ് ആയി മാറുന്നത് എപ്പോഴാണ്? ആ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്ത് ഏറ്റവും മെച്യൂർ ആയിട്ട് അത് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് നമുക്കൊരു മെച്യൂർഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു നല്ല കപ്പിൾസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് കോ ഫൗണ്ടേഴ്സും. കോൺഫ്ലിക്ട്സ് എന്തായാലും വരും. അത് നമ്മളെ ഭാര്യയുടെ കൂടെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ വരും, നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ തുടങ്ങി കഴിഞ്ഞാൽ വരും, നമ്മുടെ സിബ്ലിങ്സിന്റെ കൂടെ തുടങ്ങി കഴിഞ്ഞാൽ വരും, ആരുടെ കൂടെ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാലും കോൺഫ്ലിക്ട്സ് വരും. പക്ഷെ ആ കോൺഫ്ലിക്ട്സ് വരുമ്പം അതിനെ നമ്മൾ എങ്ങനെ റിസോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ആ കെമിസ്ട്രി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല കൂടുതൽ ശ്രമിക്കേണ്ടത്. ഇപ്പൊ ഇൻ കേസ് കോളേജിൽ നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോഴും നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യാത്തവരല്ല നമ്മളുമായിട്ട് കെമിസ്ട്രി ഉള്ളവർ. നമ്മളുമായിട്ട് ഫൈറ്റിൽ ഏർപ്പെട്ടാൽ പോലും അതിൽ നിന്ന് വളരെ മെച്ചുറായിട്ട് പുറത്ത് കടക്കുന്നവരാണ് ആ കെമിസ്ട്രി എന്ന് പറയുന്നത്. എങ്ങനെ ഫൈറ്റ്സ് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതല്ല, ഹൗ ടു ഫൈറ്റ് എന്നുള്ളത് ലേൺ ചെയ്തിരിക്കണം.
അപ്പൊ നമ്മളൊരു കോ ഫൗണ്ടർ ചൂസ് ചെയ്യുമ്പോൾ എഗൈൻ നമുക്ക് പരിചയമുള്ള ആളായി കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് അവരുമായിട്ട് ഒരുമിച്ച് ഇത് ബിൽഡ് ചെയ്യുന്ന ഒരു ഏർലി സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഐഡിയേഷൻ സ്റ്റേജിലൊക്കെ കോൺഫ്ലിക്ട്സ് എങ്ങനെ റിസോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടായിരിക്കണം അവരെ കോ ഫൗണ്ടർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ കെമിസ്ട്രി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കെമിസ്ട്രിയിൽ വരുന്നതാണ് വാല്യൂസ് ഒക്കെ. കാരണം വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരെങ്ങനെ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യുന്നു എന്നുള്ളത്. രണ്ടാമത്തത് കോംപ്ലിമെന്ററി എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ സ്കിൽസ് മാത്രമല്ല ആക്ച്വലി കോംപ്ലിമെന്ററി, അതിൽ മോട്ടീവ്സും കോംപ്ലിമെന്ററി ആണ്. അതായത് എന്താണ് അവരുടെ മോട്ടീവ്സ് എന്നുള്ളത് അവരുടെ വാല്യൂസിനെ ഡിറ്റർമിൻ ചെയ്യും. ഇപ്പൊ മണി ആണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന വാല്യൂസ് ഡിഫറെന്റ് ആണ്. ഫെയിം ആണ് മോട്ടീവ് എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന വാല്യൂസ് ഡിഫറെന്റ് ആണ്. മറിച്ച് അതല്ല ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യണം, ആ ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് മോട്ടീവ് എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന വാല്യൂസ് ഡിഫറെന്റ് ആണ്. അപ്പൊ വാല്യൂസും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് ചോദിക്കുന്നതാണ്, ലൈക്ക് നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു സ്റ്റാർട്ടപ്പ്. അപ്പോൾ ലീഗലി രജിസ്ട്രേഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണോ? കാരണം നമുക്കത് ട്രാക്ഷൻ ഒക്കെ വന്നിട്ട് ലീഗലി രജിസ്റ്റർ ഒക്കെ ചെയ്താൽ പോരെ? അതായത് തുടക്കം മുതലേ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു നോമൊന്നുമില്ല, അല്ലെങ്കിൽ ലീഗലി നമ്മൾ ഡേ 1 മുതൽ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല. പക്ഷെ എപ്പോഴും രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലൈക്ക് എ ലീഗൽ സ്ട്രക്ചർ. നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്, ഇതിന് ലീഗലി ഒരു സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഇത് കോംപ്ലൈന്റ് ആണ്, അതിനെയാണ് നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമുക്കൊരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു MVP ബിൽഡ് ചെയ്ത് ആ MVP നമ്മൾ ട്രയൽ ചെയ്തിട്ട് നമ്മൾ ഇത് സ്കെയിൽ ചെയ്യാൻ ആക്സിലറേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണല്ലോ നമ്മൾ, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ കയറി നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി, നമ്മൾ പാർക്ക് ചെയ്ത ഏരിയ നോക്കി, എന്നിട്ട് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഗിയർ മാറ്റുന്നതിന് മുന്നേ ആണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക. അപ്പൊ ആ സീറ്റ് ബെൽറ്റ് പോലെയാണ് ശരിക്കും കമ്പനീനെ ലീഗലി രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ആ ആക്സിലറേഷന്റെ തൊട്ട് മുന്നേ ആയിരിക്കണം കമ്പനി രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. അപ്പൊ വൺസ് ഒരു MVP ആയി കഴിഞ്ഞാൽ ആ ട്രേഡ് നടക്കുന്നതിന് മുന്നേ, അതായത് ഒരാളുടെ കയ്യിൽ നിന്നും കമ്പനിയിലേക്ക് കാശ് വരുന്നതിന്റെ മുന്നേ, അല്ലെങ്കിൽ വെൻ മണി ചേഞ്ചസ് ഹാൻഡ്സ് എന്നുള്ളതാണ്, അതിന്റെ തൊട്ട് മുന്നേ കമ്പനി ലീഗലി സ്ട്രക്ചർ ആക്കി കഴിഞ്ഞാൽ ഡേ 1 മുതൽ നമുക്ക് കമ്പനി കോംപ്ലൈന്റ് ആയിട്ട് അല്ലെങ്കിൽ ഗവേണൻസോട് കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. MVP എന്ന് പറയുന്നത് മിനിമം വയബിൾ, ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ്. ഒരു എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റും? മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് ഒരു കോർ ടെക് പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അത് MVP ആണ്. അപ്പൊ നമ്മൾ ഒരു ആപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിലൊരു 10 ഫീച്ചേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ അതിൽ 2 ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേണമെങ്കിൽ യൂസേഴ്സിന് അത് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പൊ അതിനെയാണ് നമ്മൾ MVP എന്ന് പറയാം. അപ്പം ചിലപ്പോൾ 10 ഫീച്ചർ വന്നു കഴിഞ്ഞാലായിരിക്കും ആൾക്കാർ കൂടുതൽ ഇതിന് പേ ചെയ്യുക. അത് കുറച്ചും കൂടെ മാർക്കറ്റ് ഫിറ്റ്നസ് ഒക്കെ നോക്കിയിട്ട് മാർക്കറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം എന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക. അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതായിരിക്കും ചിലപ്പോൾ ആ സ്റ്റേജ്. പക്ഷെ യൂസേഴ്സിന്റെ അടുത്ത് ഫീഡ്ബാക്ക് എടുക്കാൻ നമുക്ക് ആ 2 ഫീച്ചർ മതി എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആപ്പ് നമ്മൾ യൂസേഴ്സിന് യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പൊ ആ 2 ഫീച്ചർ മാത്രമുള്ള പ്രൊഡക്റ്റിന് നമുക്ക് MVP എന്ന് വിളിക്കാം, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. അതായത് യൂസേഴ്സിന് യൂസ് ചെയ്യാനുള്ള മിനിമം വയബിലിറ്റി അതിൽ ഉണ്ടായാൽ മതി. ഞാനൊരു എക്സാമ്പിളും കൂടെ പറയാം. അതായത് ഇപ്പൊ ഒരു EdTech ആണ് എന്നുണ്ടെങ്കിൽ, EdTechനെ സംബന്ധിച്ച് നമ്മളൊരു ഓൺലൈനിൽ കോഴ്സ് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ ആ കോഴ്സിന്റെ ഒരു കരിക്കുലം കോഴ്സ് കൊടുക്കാൻ ഒരാളും ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് എന്നുണ്ടെങ്കിൽ ബേസിക്കലി MVP ആയി. നെക്സ്റ്റ് ഡേ തുടങ്ങി യൂസേഴ്സിന് ഓൺബോർഡ് ചെയ്യാം, അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം. പിന്നെ നമ്മൾ അതിന്റെ സ്കെയിലബിലിറ്റിയും മാർക്കറ്റിൽ അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ നോക്കിയതിന് ശേഷം ടീമിനെ ഹയർ ചെയ്യാം, വേണമെങ്കിൽ കോ ഫൗണ്ടേഴ്സിനെ പിന്നീട് നോക്കാം, അതല്ല ടെക് പിന്നീട് ബിൽഡ് ചെയ്യാം, CRMകൾ പിന്നീട് നോക്കാം, അല്ലെങ്കിൽ ഈവൻ വെബ്സൈറ്റ് പോലും പിന്നീട് നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് നമുക്ക് അറിയാൻ ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു ഓൺലൈനിൽ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് ആഡ് റൺ ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജും, അല്ലെങ്കിൽ ഇനീഷ്യലി കുറച്ച് യൂസേഴ്സിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുള്ള ഒരു ഡൊമൈൻ, ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പ്ലസ് ഒരു കുറച്ച് കോണ്ടന്റും ആ കോണ്ടന്റ് ഡെലിവർ ചെയ്യാനുള്ള ആൾക്കാർ മാത്രം മതി എന്നുള്ളതാണ്. നമ്മൾ ലീഗൽ സൈഡ് പറഞ്ഞപ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ബേസിക്കലി ഇവിടുത്തെ 99% ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ 100% ഫൗണ്ടേഴ്സും ഇതിൽ ഭയങ്കര കെയർലെസ് ആണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ശരിക്കും നമ്മൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം CA നമുക്ക് തരുന്ന 2 ഡോക്യുമെന്റ്സ് ഉണ്ട്, MOA, AOA എന്ന് പറയും. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ MOA എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അത് ബേസിക്കലി നമ്മുടെ കമ്പനിയുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ AOA അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ് ശരിക്കും ഒരു കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് ആ സ്റ്റാർട്ടപ്പിന്റെ AOA. ആ സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവാനും സക്സസ് ആവാനും ഇൻവെസ്റ്റേഴ്സ് ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യുന്നതൊക്കെ ബേസിക്കലി ഈ AOAന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ AOAയിൽ ശരിക്കും ഉണ്ടാവുന്ന കുറച്ച് എലമെന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇൻവെസ്റ്റേഴ്സിനെ അവര് അമെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
അപ്പൊ അത് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ആ ഒരു ഡെസ്പറേഷനിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് എപ്പോൾ ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ഫൗണ്ടേഴ്സ് റേസ് ചെയ്യുന്നത് അവർക്ക് കാശ് വേണം എന്നുള്ള ഒരു ഡെസ്പറേഷൻ ഉള്ള സമയത്താണ്. അങ്ങനെ ഒരിക്കലും ഫണ്ട് റേസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടത്, നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ട്, നമുക്കിപ്പോൾ ഫണ്ടിന് ആവശ്യമൊന്നുമില്ല, പക്ഷെ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റിലായിരിക്കണം ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഫണ്ട് റേസ് ചെയ്യേണ്ടത്. പക്ഷെ ഡെസ്പറേറ്റ് ആവുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്പറേഷൻ ഒരു മൈൽ അപ്പുറം നിന്നുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഡെസ്പറേറ്റ് ആണ് ഫണ്ട് കിട്ടാൻ എന്നുള്ളത്. അത് ഇൻവെസ്റ്റേഴ്സ് അവർ മേ ബി മുതലെടുക്കുന്നതായിരിക്കില്ല, പക്ഷെ ഇൻവെസ്റ്റേഴ്സ് ഈ സിറ്റുവേഷൻ യൂസ് ചെയ്യും, അവരെ മാക്സിമം സെക്യൂർ ആവും. അപ്പൊ ഡെസ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഫൗണ്ടേഴ്സ് എന്ത് ചെയ്യും, അവർ ആ കാശ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ, അല്ല ആ എമൗണ്ട് എങ്ങനെ ക്രെഡിറ്റ് ചെയ്ത രീതിയിൽ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അവർ ഇഗ്നോർ ചെയ്യും. എന്തെങ്കിലും ആവട്ടെ, ഫണ്ട് കിട്ടിയാൽ മതി, അവർ ശ്രദ്ധിക്കുക പോലുമില്ല. അത് ശരിക്കും ഭയങ്കര വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം AOAയിലുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു ഏരിയ ആണ് ലിക്വിഡേഷൻ പ്രിഫറൻസ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. അതായത് ഈ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടല്ലോ, വോട്ടിംഗ് റൈറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അമെൻഡ് ചെയ്യും. അപ്പൊ അവര് അമെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കണം, പക്ഷെ അത് കുറച്ചും കൂടി ഒരു ബിഗ്ഗർ ഏരിയാസിൽ മാത്രം കൊടുക്കുക. അപ്പൊ MA വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ സ്ട്രാറ്റജിക് ഡിസിഷൻസ് വരികയാണെങ്കിൽ അത്തരം ഏരിയാസിലൊക്കെ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കണം. പക്ഷെ ഓപ്പറേഷനിലുള്ള ഹയറിങ്, അതുപോലെ തന്നെ സാലറീസ്, അതുപോലെ ഇന്റേണൽ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കാതിരിക്കുക. ഇത് ഓവർ ദി പീരീഡ് നമ്മുടെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറ്റിയ നമുക്കായിരിക്കും. പക്ഷെ അതിൽ ഇൻവെസ്റ്റേഴ്സ് കടന്ന് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ക്ലോസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതാരും ശ്രദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് റൈറ്റ്സ് ഉണ്ട് ഷെയർ ട്രാൻസ്ഫറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്. ഇപ്പൊ എക്സാമ്പിൾ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ പറയും, ROFR. റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവർ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ വേറെ ഇൻവെസ്റ്റേഴ്സിനെ എന്റർടൈൻ ചെയ്യുള്ളൂ. അത് നോർമലി ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്ന, എന്നാൽ ഫൗണ്ടേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലോസ് ആണ്. അതുപോലെ തന്നെ ടാഗ് അലോങ് റൈറ്റ്സ്. ടാഗ് അലോങ് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസ് സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റേഴ്സിനെ ടാഗ് ചെയ്യുന്ന പരിപാടിയാണ് ടാഗ് അലോങ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രാഗ് അലോങ് റൈറ്റ്സ്. അതായത് ഒരു ബിഗ്ഗർ ഫണ്ട് റേസിംഗ് അല്ലെങ്കിൽ ഒരു ബിഗ്ഗർ സെയിൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മേജർ ഇക്വിറ്റി ഹോൾഡേഴ്സിന് സ്വാഭാവികമായിട്ട് ഒരുപാട് റൗണ്ട് റേസ് ചെയ്ത കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സിന് മേ ബി ചെറിയ ഇക്വിറ്റി ആയിരിക്കും. അപ്പൊ മേജർ ഇക്വിറ്റി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ മൈനർ ഇക്വിറ്റി ഉള്ളവരെ കമ്പൽ ചെയ്യാം ഇത് സെല് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പം നോർമലി ഫൗണ്ടേഴ്സിനെ പുറത്ത് കളയാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വീറ്റോ കൈൻഡ് ഓഫ് ഒരു പവറൊക്കെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ സിഇഒനെ മാറ്റാൻ, അതുപോലെ തന്നെ ഫൗണ്ടേഴ്സിനെ പുറത്താക്കാനൊക്കെ മേ ബി അവർക്ക് ഒരു സൂപ്പർ പവർ ഉണ്ടാവും. അപ്പം മേ ബി അവർ കമ്പനിക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുക. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതിന്റെ സ്കിൻ ഇൻ ദ ഗെയിം ഉള്ളത് ഫൗണ്ടേഴ്സിന്റെ ആണ്. ഫൗണ്ടേഴ്സ് അതിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി AOA ഈസ് വെരി ക്രൂഷ്യൽ. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഊബറിന്റെ ഫൗണ്ടർ ട്രാവിസിനെ അറിയും. ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, ഞാൻ കൂടുതൽ അതിലേക്ക് ഡീപ്പർ പോയിട്ടില്ല. ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്, ജിയോ ഹോട്ട്സ്റ്റാറിലെ സൂപ്പർ പംപ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്. ഒരു വെബ് സീരീസ് ആണ് എൻ്റെ ഊബറിന്റെ സ്റ്റോറി കാണിക്കുന്നത്. അപ്പൊ ഊബറിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി അതൊരു സിനിമയാണ്. അപ്പൊ അത് എത്രത്തോളം ട്രൂത്ത് ആണെന്ന് എനിക്കറിയില്ല, എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതില് അവരുടെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ US ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു അന്ന് ഊബറിന് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടില്ല. പക്ഷെ ഈ ഇൻവെസ്റ്റേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫൗണ്ടർ അവരെ ചില ക്ലോസസ് വെച്ചിട്ട്, AOAയിലെ ചില ക്ലോസസ് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ അതിൽ ഭയങ്കര അടിപൊളി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഊബറിൽ സംഭവിച്ചോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ ഒരു ഫൗണ്ടർക്ക് എങ്ങനെ അവരുടെ റൈറ്റ്സ് സേവ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ അങ്ങനെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് അടിപൊളിയായിട്ട് കാണിക്കുന്ന ഒരു മൂവിയും കൂടിയാണ് സൂപ്പർ പംപ്ഡ്. അപ്പൊ ആ സിനിമ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടും, എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അഗൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു മൂവിയാണ്. കാരണം ഗൂഗിൾ പോലത്തെ ഇൻവെസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ ആപ്പിൾ പോലത്തെ കമ്പനീനൊക്കെ ചെറിയൊരു കമ്പനി ആയിട്ടുള്ള ഊബർ എങ്ങനെ നെഗോഷിയേഷൻസ് അവരോട് വിൻ ചെയ്യുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു മൂവി കൂടിയാണ് സൂപ്പർ പംപ്ഡ്. അടിപൊളി മൂവിയാണ്. എല്ലാ ഫൗണ്ടേഴ്സും ഒന്നെങ്കിലും വൺസെങ്കിലും കണ്ടിരിക്കേണ്ട മൂവിയാണ് സൂപ്പർ പംപ്ഡ്. അത് അവരുടെ വിഷൻ പറയുന്ന കാര്യത്തിൽ ഒരു 12-14 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമാണ് സൂപ്പർ പംപ്ഡ് ആയിരിക്കണം കമ്പനിയിലെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാവരും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് സൂപ്പർ പംപ്ഡ് എന്നുള്ള പേര് വന്നത്. ബട്ട് ബേസിക്കലി ഊബറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ട്രാവിസിന്റെ സ്റ്റോറിയാണ്, ഒരു വെബ് സീരീസ് ആണ് ആക്ച്വലി. അപ്പൊ അതിലും ഇവർ പറയുന്നുണ്ട് ആ ഡ്രാഗ് അലോങ് റൈറ്റ്സും അതുപോലെ തന്നെ ലിക്വിഡേഷൻ പ്രിഫറൻസും നമ്മൾ AOAയിലാണ് മെൻഷൻ ചെയ്യുക. അത് ചിലപ്പോൾ അമെൻഡ് ചെയ്യും. അത് ഇൻവെസ്റ്റേഴ്സിന് ചിലപ്പോൾ ഒരു 2x 3x 5x എടുത്തിട്ടുള്ള ടേം ഷീറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, AOAs ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ലിക്വിഡേഷൻ പ്രിഫറൻസ് പോലെയുള്ള ഓരോ ലീഗലി വരുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെന്റ് AOA. ആ AOA ഒരു തവണ പോലും വായിക്കാത്ത നമ്പർ ഓഫ് ഫൗണ്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഫൗണ്ടേഴ്സിനെ.
അപ്പൊ ബേസിക്കലി ആ ഒരു ഫൗണ്ടർ അങ്ങനെ ആവരുത്. എല്ലാ ഫൗണ്ടേഴ്സും ലീഗലി ഡോക്യുമെന്റ്സ് വായിക്കുക. ഇപ്പൊ നമുക്ക് GPT ഉള്ളതുകൊണ്ട് ഭയങ്കര സുഖം. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതില് ഫൗണ്ടേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിന് ചാലഞ്ചിങ് ആയിട്ടുള്ള ക്ലോസസ് ഏതാണെന്നുള്ള സജസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ പോലും ഒരു ലീഗൽ ഒപ്പീനിയൻ ചോദിക്കുന്നത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹെൽത്തിന്റെ കാര്യത്തിൽ പറയല്ലോ, ChatGPT പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഫൈനൽ കൺഫർമേഷൻ ഡോക്ടറിന്റെ അടുത്ത് എടുത്തിരിക്കണം ഇപ്പോഴത്തെ ടൈമിൽ. ഭാവിയിൽ ചിലപ്പോൾ മാറിയേക്കാം. അതുപോലെ തന്നെ AOAന്റെ കാര്യത്തിൽ ഒരു ലീഗൽ ഒപ്പീനിയൻ ഒരു ലോയർ എടുത്ത് കൊണ്ടുപോയിട്ട്, അത് CA അല്ല CS അല്ല, CAന്റെ അടുത്തും CS-ന്റെ അടുത്തും ചോദിക്കാം. CA-നേക്കാളും നന്നായിട്ട് CS-ന് പറയാൻ പറ്റും, CS-നേക്കാളും നന്നായിട്ട് ഒരു കോർപ്പറേറ്റ് ലോയർക്ക് പറയാൻ പറ്റും. കാരണം CS-ന് ഒരു പ്രോബ്ലം വരാതിരിക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ല രീതിയിൽ പറയാൻ പറ്റും. ഒരു ലോയർക്ക് ഈ ഒരു ക്ലോസ് വെച്ചിട്ട് വരാനുള്ള പ്രോബ്ലംസ് ഇതാണ് എന്നുള്ളതും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴേ പറഞ്ഞുതരാൻ പറ്റും. അപ്പൊ 3 പേരെടുത്തും പോകണം, കൺസൾട്ട് ചെയ്യണം, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണം, പഠിക്കണം. അതാണ് ഫൗണ്ടർ പണി. കാരണം ബേസിക്കലി നമ്മളൊരു സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഫൗണ്ടർ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ലാസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതെല്ലാം വെരി ഏർലി സ്റ്റേജിൽ ചെയ്യണം ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഓൺ ദി ഗോല് ഇതെല്ലാം നമുക്ക് കവറപ്പ് ചെയ്യണം. ഇതെല്ലാം അറിഞ്ഞിട്ട് തുടങ്ങിയ വ്യക്തിയല്ല ഞാൻ. ഇനി ഞാൻ ലോയർ ആണ് എന്നുള്ളത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതിലുപരി, പക്ഷെ കോളേജിൽ നിന്ന് ഞാൻ ഈ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഇതെല്ലാം ഞാൻ എന്റെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ഓൺ ദി ഗോൾ എന്റെ സ്റ്റാർട്ടപ്പിന് ഭാവിയിൽ വരാനുള്ള ചലഞ്ചസ് എന്താന്ന് ഫോർകാസ്റ്റ് ചെയ്തിട്ട് അതിനെ ഇപ്പൊ തന്നെ സോൾവ് ചെയ്യാന്നുള്ള ഒരു ഗോളിന്റെ പുറത്ത് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഇന്ത്യയിലാണ് എസ്പെഷ്യലി, അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഫൗണ്ടേഴ്സ് ആണ് ഇത് ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യുന്ന കാര്യം. പുറത്തുള്ള ഫൗണ്ടേഴ്സ്, ഇപ്പൊ ഞാൻ യൂറോപ്പിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ ആക്സിലറേറ്റേഴ്സിലുള്ള സ്റ്റാർട്ടപ്സുമായിട്ട് അല്ലെങ്കിൽ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവിടേക്കുള്ള ഒരു നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡേ 1 മുതൽ തന്നെ ഒരു അക്കൗണ്ടന്റിനെ അല്ലെങ്കിൽ ഒരു ലീഗൽ കൗൺസിലറെ അവരെ കമ്പനിയുടെ പാർട്ടാക്കും. ഇവിടെ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ഇവിടെ ഒരു CA-കാരന് കൊടുക്കുന്നത് പോലും ഫയലിംഗ് ഉള്ളതുകൊണ്ടാണ്. ഫയലിംഗ് അല്ലാതെ ഇതിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CA-കാർക്കോ CS-കാർക്കോ കൊടുക്കുന്ന കൾച്ചർ ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വരുത്തുന്ന കുറെ മിസ്റ്റേക്സ് ഉണ്ട്. ഇതെല്ലാം മുതലെടുക്കുന്നത് സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. കാരണം അവര് ഒരു കമ്പനിയിലും CA-കാരെടുത്ത് CS-കാരെടുത്ത് അല്ലെങ്കിൽ ലീഗൽ ഒപ്പീനിയൻസ് എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്യില്ല. ബേസിക്കലി ഏഞ്ചൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ VCs ഒക്കെ. അപ്പൊ അവരുടെ അടുത്ത് സ്വാഭാവികമായിട്ടും അതൊരു സൂപ്പർ പവർ ആയിട്ടുണ്ടാവും. ആ സൂപ്പർ പവർ വേണ്ടത് ഫൗണ്ടേഴ്സിന്റെ അടുത്താണ്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഇപ്പൊ 2 ഫൗണ്ടേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ ഒരു തേർഡ് പേഴ്സണെ ഇരുത്തിയിട്ടാണോ അത് സോൾവ് ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി ഒരു കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ അത് പേഴ്സണൽ ലൈഫ് ആണെങ്കിലും പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിലും കോൺവേഴ്സേഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് സൊല്യൂഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഏർലി സ്റ്റേജിൽ എത്ര നേരത്തെ തുടങ്ങുന്നു അത്രയും ബെറ്റർ. ഒരു കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി ഫൗണ്ടേഴ്സിന് കോൺഫ്ലിക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സംസാരങ്ങൾ കുറയും, സെയിം റൂമിൽ ഇരിക്കുന്നത് കുറയും, വേദികൾ പങ്കിടുന്നത് കുറയും. ഇതൊക്കെ സിഗ്നൽസ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മിനിമം മെച്യൂരിറ്റി വേണ്ടത് തമ്മിലിരുന്ന് സംസാരിച്ചത് ക്ലിയർ ചെയ്യാൻ പറ്റണം. 2 പേരിരുന്ന് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത വിഷയമാണ് എന്നുണ്ടെങ്കിൽ, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല തോന്നി കഴിഞ്ഞാൽ അടുത്ത മൊമെന്റിൽ തേർഡ് പേഴ്സണെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അത് ഒരു എക്സ്പെർട്ട് ആയാൽ ബെറ്റർ ആയിരിക്കും. ഒരു CA ആവാം, CS ആവാം, ലോയർ ആവാം, അതല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഫൗണ്ടർ ആവാം, അല്ലെങ്കിൽ 2 പേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള, എന്നാൽ ഒരു ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മീഡിയേഷൻ അല്ലെങ്കിൽ മീഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മീഡിയേഷനിൽ എല്ലാവരും പാലിക്കേണ്ട ഒരു മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും കേട്ടിട്ട് മീഡിയേഷൻ ചെയ്ത വ്യക്തി, മീഡിയേറ്റർ ഒരു ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ എടുക്കാനുള്ള ഒരു മെച്യൂരിറ്റി ബാക്കിയുള്ളവർക്ക് വേണം. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കും എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ കേൾക്കാൻ പറ്റുന്ന ഒരു ആളായിരിക്കണം നമ്മൾ കൊണ്ടുവരുന്നത്, 2 പേർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ. അപ്പൊ അങ്ങനെ ഒരു മീഡിയേറ്റർ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു മാർഗം. അതും സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഫൗണ്ടേഴ്സ് ചെയ്യേണ്ട ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള കാര്യം നല്ല രീതിയിൽ കമ്പനീനെ ബാധിക്കാത്ത രീതിയിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ കമ്പനി കുട്ടിച്ചോറാക്കി പോയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. അപ്പം നമുക്ക് മക്കളുണ്ടായി, നമുക്കത് ആക്ച്വലി നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് അത്രയും വലിയ മക്കളും ഇല്ല. എനിക്കും മക്കളിലെ ആസറിനും മക്കളില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, മക്കള് വലുതായിട്ട് എല്ലാ പേരൻസും ഇങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. മക്കള് വലുതായിട്ട് മക്കളെ പേരൻസിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേരൻസ് പറയുന്നത് മക്കളെ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പേരൻസ് മക്കളെ കൊല്ലുക അല്ലെങ്കിൽ മക്കള് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കില്ലല്ലോ. അവരവരെ പാട്ടിന് വിടും. അപ്പൊ അത് നമ്മൾ വളർത്തിയ ഒരു സാധനം നമ്മളെ കില്ല് ചെയ്യാനും വേണ്ടിയിട്ട് ഐഡിയയിൽ ഒരു മനുഷ്യന് ചിന്തിക്കൂല. അതേപോലെ തന്നെയാണ് ഒരു കമ്പനി, ഒരു ബ്രാൻഡും. അത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ബ്ലഡ് റിലേഷൻ ഇല്ലെങ്കിലും നമ്മുടെ സ്വെറ്റ് റിലേഷൻ ഉണ്ട്, നമ്മുടെ വിയർപ്പാണത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന് കില്ല് ചെയ്യണം എന്നുള്ള ഓറിയന്റേഷനിലേക്ക് പോരുന്നത്. അത് മെച്യൂർ ആയിട്ട് എന്ത് ചെയ്യുക, ആ കമ്പനി മുന്നോട്ട് പോകാൻ എന്താണോ നല്ലത്. 2 പേരും മാറുന്നതാണെങ്കിൽ 2 പേരും മാറുക. ഒരാൾ മാറിക്കഴിഞ്ഞാൽ കമ്പനി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരാൾ മാറുക. ആ ഒരു മെച്യൂരിറ്റി എങ്കിലും മിനിമം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ കമ്പനി
ആ ഫൗണ്ടേഴ്സ് സെപ്പറേറ്റ് ആവുന്നതോട് കൂടി ആ കമ്പനി ഇല്ലാണ്ടാവും. ഇപ്പോൾ രണ്ട് ഫൗണ്ടേഴ്സും കൂടെ ചേർന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇക്വിറ്റി എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ നോർമൽ സിനാരിയോയിൽ നടക്കുന്നത് 50% എനിക്കും 50% നിനക്കും എന്നുള്ള ഒരു രീതിയിലാണ് അത് മനസ്സിലായി. അപ്പം ഇക്വിറ്റി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അത് പറയുന്നതിന് മുന്നേ ഇക്വിറ്റി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത് എന്നുള്ളത് പറയാം. അതിലെ ഫസ്റ്റ് റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് 50-50 ആണ്. ഒരിക്കലും ഒരു കമ്പനിയിലും 50-50 ഇക്വിറ്റി രണ്ട് കോഫൗണ്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. അതല്ല 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ 33-33 വെച്ച് ചെയ്യരുത്. അതാണ് ബിഗ്ഗസ്റ്റ് റെഡ് ഫ്ലാഗ്. മറ്റൊരു റെഡ് ഫ്ലാഗ് ആണ് ഈ 95-5 അല്ലെങ്കിൽ 90-10 എന്ന് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെയും ചെയ്യരുത്. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക ഈക്വൽ ആയിരിക്കണം, എന്നാൽ 50-50 ആവരുത്. അതിനൊരു 45-55 അല്ലെങ്കിൽ ഒരു 49-51 കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഡിസിഷൻ മേക്കിങ്ങിൽ അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴൊക്കെ ആ ഓൺ ദി ഗോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്താന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നുള്ളതാണ് സത്യം. അതൊരാൾക്ക് കംപ്ലീറ്റ്ലി മേ ബി അങ്ങനെ കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എപ്പോഴും സ്റ്റാർട്ടപ്സിൽ പോസിറ്റീവായിട്ട് വരുന്നത് ഇതാണ്. പല സ്റ്റാർട്ടപ്സും ക്ലോസ് ചെയ്യുന്നതിന്റെ റീസൺ ആയിട്ട് ഈ 50-50 വരാറുണ്ട് എന്നുള്ളതാണ്. 50-50 വന്നിട്ടുള്ളടുത്ത് ഒരുപാട് തവണ ഇത് കോൺഫ്ലിക്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇത് കോൺഫ്ലിക്ട് ആയി കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ കമ്പനി ക്ലോസ് ചെയ്യാം, എന്നിട്ട് രണ്ടുപേരും സ്പ്ലിറ്റ് ആവും. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതിന് ഒരു എന്ത് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് ആണ്? അതായത് പല രീതിയിൽ വരാം. അതായത് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട്സ് വരല് സക്സസ് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. ഇത് സക്സസ് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പൊസിഷൻസ് പ്രശ്നമാവാം, ആരാണ് സിഇഒ എന്നുള്ളത് പ്രശ്നമാവാം, അല്ലെങ്കിൽ ആരാണ് ഫൗണ്ടർ എന്നുള്ളത് പ്രശ്നമാവാം, അതല്ലെങ്കിൽ സാലറി പ്രശ്നമാവാം, അതല്ലെങ്കിൽ മേ ബി മീഡിയ വിസിബിലിറ്റി അല്ലെങ്കിൽ ഫെയിം, ഇത് പ്രശ്നമാവാം. പല റീസൺസ് ഉണ്ട്. ഒരു കമ്പനി ഒരു കോഫൗണ്ടേഴ്സ് തമ്മിൽ കോൺഫ്ലിക്ട് വരാൻ നമ്പർ ഓഫ് റീസൺസ് ഉണ്ടാവും. അത് അവരുടെ മെച്യൂരിറ്റി ലെവലിനനുസരിച്ചിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാലും ഫൗണ്ടേഴ്സ് ഇല്ലെങ്കിൽ പോലും ഈ കമ്പനി റൺ ചെയ്യണം. ഈ കമ്പനി ഞാൻ പറഞ്ഞ പോലെ സക്സസ് ടേസ്റ്റ് ചെയ്യുന്ന ഒരു സമയം എത്തുമ്പോഴേക്ക് ഇത് ഒരുപാട് എക്കോസിസ്റ്റത്തിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും, ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും. അങ്ങനെ ഒരു മൊമെന്റിൽ ഒരിക്കലും ഒരു കമ്പനി എന്ത് ചെയ്യരുത്, രണ്ട് വ്യക്തികളിലേക്ക് ഒതുങ്ങിപ്പോകരുത് എന്നുള്ളതാണ്. അപ്പൊ ആ കമ്പനി ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പ്രോബബിലിറ്റി കൂടുതലാണ് 50-50 ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഒരിക്കലും 50-50 ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. പക്ഷെ 51-49 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ 55-45 ആണെന്നുണ്ടെങ്കിൽ അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും പല റെഡ് ഫ്ലാഗ്സ് വരുന്നത് ഇത് എന്റെ ഐഡിയ ആണ്, അല്ലെങ്കിൽ ഞാനാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനാണ് ഇത്രയും കാലം കൂടുതൽ വർക്ക് ചെയ്തത്. ഇതൊന്നും ഒരിക്കലും ഒരു മേജർ ഇക്വിറ്റി ഹോൾഡർ ആവാനുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഏത് സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിലും ആ ഓർഗനൈസേഷന് 1% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, 99% ഫ്യൂച്ചറിൽ വരാനിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് കറന്റ് സിറ്റുവേഷനും അതുപോലെ തന്നെ ഫ്യൂച്ചറിനും വേണ്ടിയിട്ടായിരിക്കണം. അപ്പം നമ്മൾ ഇക്വിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാസ്റ്റ് കൺസിഡർ ചെയ്യണം. പാസ്റ്റ് തീരെ കൺസിഡർ ചെയ്യേണ്ടതല്ല, പാസ്റ്റ് കൺസിഡർ ചെയ്യണം, പ്രസന്റ് കൺസിഡർ ചെയ്യണം, ഫ്യൂച്ചറും കൺസിഡർ ചെയ്യണം. ഫ്യൂച്ചറിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം ഇക്വിറ്റി സ്പ്ലിറ്റ് വരുന്നത്. അപ്പൊ ഭാവിയിൽ ആർക്ക് കൂടുതൽ ഇക്വിറ്റി ഉള്ളതായിരിക്കും കമ്പനിക്ക് ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ആർക്ക് ഇക്വിറ്റി കൂടുതൽ, ആർക്ക് ഓണർഷിപ്പ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലാണ് കമ്പനി ഗ്രോ ചെയ്യാൻ കൂടുതൽ പ്രൊബബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണ് ഇക്വിറ്റി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ഇക്വിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് മേജർ ഇക്വിറ്റി ഉള്ള ഒരു കോഫൗണ്ടർ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഫൗണ്ടർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല റീസൺസ് വരാം, ഹെൽത്ത് ഇഷ്യൂസ് വരാം, ഫാമിലി പ്രോബ്ലംസ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷനെ ഇത് ബാധിക്കാനുള്ള റീസൺസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ടത് ഒരു 3 കോഫൗണ്ടേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വെസ്റ്റിംഗ് ഷെഡ്യൂൾ വെക്കണം. വെസ്റ്റിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി മുഴുവനായിട്ട് അവർക്ക് ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ വെസ്റ്റഡ് ആവില്ല. അത് അവർക്ക് ഓൺ ദി ഗോൾ 1 ഇയറിൽ ഇത്ര കയ്യിൽ കിട്ടും, 2nd ഇയറിൽ ഇത്ര കയ്യിൽ കിട്ടും, 3rd ഇയറിൽ ഇത്ര കയ്യിൽ കിട്ടും. അങ്ങനെ ഓവർ ഇയേഴ്സ് ആയിരിക്കും അവർക്ക് കിട്ടുക. അപ്പൊ അവരുടെ സ്കിൻ ഇൻ ദി ഗെയിം കുറച്ചും കൂടെ കൂടുതലായിരിക്കും, അവർ കുറച്ചും കൂടെ കൂടുതൽ ഇൻവോൾവ് ആയിരിക്കും. കാരണം അവർക്ക് ദർ വിൽ ബി മൈൽ സ്റ്റോൺസ്. ഇത് പെർഫോമൻസ് ലിങ്ക് ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പെർഫോമൻസിന്റെ ബേസിസിൽ മാത്രമല്ല, കാരണം പെർഫോമൻസ് നമ്മൾ പിവോട്ട് ചെയ്യുന്നതിനനുസരിച്ചും അല്ലെങ്കിൽ KPIs അതിന്റെ സക്സസ് റേറ്റ് ഒക്കെ നമ്മൾ പിവോട്ട് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിംഗിന്റെ ടാർഗറ്റ്സ് ഉള്ള ഒരാൾ ആയിരിക്കും, അയാൾക്ക് നമ്മൾ ഇത്ര ഇക്വിറ്റി ഇത്ര സ്കെയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ കമ്പനിയിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് പിവോട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അത്രയും സെയിൽസ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാളുടെ ഇക്വിറ്റിയെ അഫക്ട് ചെയ്യാന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത് പെർഫോമൻസിലേക്ക് ലിങ്ക് ചെയ്യരുത്, പക്ഷെ ടൈമിലേക്ക് ലിങ്ക് ചെയ്യാം. 3 വർഷം 4 വർഷം അവർ ആ ടീമിന്റെ കൂടെ നിൽക്കാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആവും. അങ്ങനെ വെസ്റ്റഡ് സ്കെഡ്യൂൾസ് വെക്കാം. ഇനി വേണമെങ്കിൽ ക്ലിഫും വെക്കാം. ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇയർ കഴിഞ്ഞാലായിരിക്കും അവർക്ക് ഇക്വിറ്റി കിട്ടുക. 1 ഇയറിന്റെ ഇൻ ബിറ്റ്വീൻ 1 ഇയറിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നിർത്തി പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കിട്ടത്തില്ല. അതുപോലെയും നമുക്ക് ക്ലോസേഴ്സ് ഫൗണ്ടേഴ്സ് അഗ്രിമെന്റിൽ വെക്കാം. അപ്പൊ അങ്ങനെ വെസ്റ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ കമ്പനി കുറച്ചും കൂടെ കൂടുതൽ കാലം ഓടാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 5 to 6 ഇയേഴ്സ് ഒക്കെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് പ്രയോറിറ്റി ഇതിന് കൊടുത്തുകൊണ്ട് ഇതിൽ നിൽക്കണം എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ചെയ്യേണ്ടത്. ഗ്രേറ്റ് ഇൻഫർമേഷൻ. ഇത്
ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കേൾക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ഉള്ളൊരു അടുത്തൊരു കാര്യമാണ് കോ ഫൗണ്ടേഴ്സ് എങ്ങനെയാണ് സാലറി ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള. കോ ഫൗണ്ടേഴ്സിന്റെ സാലറിയെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, അത് കോ ഫൗണ്ടർ ആണല്ലോ, ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്, ഇതിനെ സ്കെയിൽ ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പൊ എപ്പോഴും അവരുടെ പ്രയോറിറ്റി ഇതിന്റെ സ്കെയിലബിലിറ്റി ആയിരിക്കണം. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, സാലറിയോ അല്ലെങ്കിൽ പേഴ്സണൽ ബെനിഫിറ്റ്സോ പ്രയോറിറ്റൈസ് ചെയ്യരുത്. അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, അഗൈൻ അത് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതെ കമ്പനി മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് എന്ത് വേണം, അത് സാലറി ആയിട്ട് എടുക്കുക. ചിലർക്ക് 20,000 ആയിരിക്കും, ചിലർക്ക് 50,000 ആയിരിക്കും, ചിലർക്ക് 1 lakh കിട്ടി കഴിഞ്ഞാലായിരിക്കും ഫാമിലി മുന്നോട്ട് പോവുക. അപ്പൊ എത്രയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് മാത്രം എടുക്കുക. അല്ലാതെ കമ്പനി പ്രോഫിറ്റബിൾ അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് മെഴ്സീഡീസോ അല്ലെങ്കിൽ BMW ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റോങ് സിഗ്നൽ. അത് നമ്മൾ സൊസൈറ്റിയിലേക്കും ഈവൻ നമ്മുടെ ടീം മെമ്പേഴ്സിനും കൊടുക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള സിഗ്നലാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയം കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലെ എമൗണ്ട്, ബാങ്ക് ബാലൻസ് ഒക്കെ നിറക്കാനുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നമ്മുടെ തന്നെ ഒരു ചിന്താഗതി മാറും എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ പിന്നെ നമ്മുടെ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആവും. നമ്മൾ കുറച്ചും കൂടെ സേഫർ സോൺ കളിക്കാൻ തുടങ്ങും. സാലറി എല്ലാ മാസവും കറക്റ്റ് സാലറി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മുടെ ചിന്ത പോയി കഴിഞ്ഞാൽ പിന്നെ കമ്പനി ഗ്രോ ചെയ്യത്തില്ല. അപ്പൊ എപ്പോഴും ഒരു ബിൽഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് ദേ ഷുഡ് ബി മോർ ഫോക്കസിങ് ഓൺ അസറ്റ് ബിൽഡിംഗ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു അസറ്റ് ആണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇക്വിറ്റി ആണ് നമ്മുടെ അസറ്റ്. അപ്പൊ ആ അസറ്റിന്റെ വാല്യൂ കൂട്ടുന്നതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. ഒരിക്കലും ഈ മാസം കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ക്വാർട്ടറിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാശ് ആവരുത് പ്രയോറിറ്റി. അപ്പം ആ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് ബേസിക്കലി നമ്മൾ എത്ര സാലറി എടുക്കണം, പിന്നെ നമ്മുടെ ഡെയിലി നീഡ്സ് നടന്നു പോവാ, അത്രേ ഉള്ളൂ. ഒന്നുകൂടെ ചോദിക്കുന്നത്, ഈക്വലി ഷെയർ ചെയ്യുന്നത് തന്നെയാണോ സാലറി ആണോ? സാലറി ഇല്ലല്ലോ, ഒരിക്കലും ഫൗണ്ടേഴ്സ് ഈക്വലി സാലറി ഷെയർ ചെയ്യരുത് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇക്വിറ്റിയുടെ ബേസിലും ഒരിക്കലും സാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഇപ്പൊ ഒരാൾക്ക് 75% ഷെയർ ഉണ്ട്, ഒരാൾക്ക് 25% ഷെയർ ഉണ്ട്. ഈ റീസണിനെ കൊണ്ട് എന്ത് ചെയ്യരുത്, 75 ഉള്ള ആള് 1 lakh സാലറിയും അല്ലെങ്കിൽ 25 ഉള്ള ആള് 70,000 സാലറി എടുക്കരുത്. കാരണം സാലറി എന്ന് പറയുന്നത് അവരവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. എന്ത് വർക്ക് ചെയ്യുന്നു, എത്ര സമയം അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എത്ര എഫേർട്ട് എടുക്കുന്നു, കറന്റ്ലി ഇപ്പൊ എത്ര എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ സാലറി കൊടുക്കുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറും പ്രസന്റും പാസ്റ്റും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇക്വിറ്റി നമ്മൾ നിർണ്ണയിക്കുന്നത്. പക്ഷെ സാലറി നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നതിനെയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കണം സാലറി എടുക്കേണ്ടത്. പിന്നെ ബേസിക്കലി ഫൗണ്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ നീഡും അനലൈസ് ചെയ്തിട്ട്, ഒരാളുടെ ഫാമിലിയുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല മറ്റൊരാളുടെ ഫാമിലിയുടെ സിറ്റുവേഷൻ. അപ്പൊ എൻഡ് ഓഫ് ദി ഡേ ഈ സ്റ്റാർട്ടപ്പ് 2 ഫൗണ്ടേഴ്സ് റൺ ചെയ്യുമ്പോൾ 2 ആളുടെയും ഫാമിലി അതിന്റെ കൂടെ റൺ ആവണം എന്നുള്ളതാണ്. അപ്പൊ ഒരാൾക്ക് മേ ബി 25,000 കിട്ടിക്കഴിഞ്ഞാൽ ഫാമിലി റൺ ആവും, അടുത്ത ആൾക്ക് 75,000 കിട്ടിക്കഴിഞ്ഞാലേ ഫാമിലി റൺ ആവുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസിലേക്ക് സാലറി തീരുമാനിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഫൗണ്ടേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. എപ്പോഴും സാലറി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മുടെ മോട്ടിവേഷൻ നിലനിൽക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നിലനിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ ലക്ഷറി കാണിക്കാൻ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് സാലറിനെ കൂട്ടരുത്. അത് അസറ്റാണ്. ആ അസറ്റിലേക്കാണ് നമ്മളിത് ബിൽഡ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. പ്രോഫിറ്റ് ഡിസ്പേഴ്സ്മെന്റ് ജനറലി എങ്ങനെയാണ്? ക്വാർട്ടർലി ആണോ, മന്ത്ലി ആണോ, ഇയർലി ആണോ നോർമലി ചെയ്യാറ്? അത് ഒരു ബൂട്ട് സ്റ്റാർഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സിന് തീരുമാനിക്കാം. അവർക്ക് മന്ത്ലി എടുക്കണമെങ്കിൽ മന്ത്ലി എടുക്കാം, ക്വാർട്ടർലി എടുക്കണമെങ്കിൽ ക്വാർട്ടർലി എടുക്കാം, ഇയർലി എടുക്കണമെങ്കിൽ ഇയർലി എടുക്കാം. അത് കുഴപ്പമില്ല, ബൂട്ട് സ്റ്റാർഡ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ വൺസ് ഇൻവെസ്റ്റേഴ്സ് ഓൺ ബോർഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി AOA അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അഗ്രിമെന്റ്. അങ്ങനെ ഡോക്യുമെന്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള അവരുമായിട്ടുള്ള ടേംസിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനിക്കുക. അത് അവർ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക. ഒരു സ്റ്റാർട്ടപ്പിന് എപ്പോഴാണ് ഒരു ഫണ്ട് കിട്ടുക? അതൊരു ഐഡിയേഷൻ സ്റ്റേജിൽ തന്നെ ഫണ്ട് കിട്ടുമോ? ദ റൈറ്റ് ടൈം ടു റേസ് ഫണ്ട്സ് ഈസ് വെൻ യു നീഡ് മണി ടു ഗ്രോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, മാർക്കറ്റിൽ അതിന് നീഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്തു, കസ്റ്റമേഴ്സ് അത് നല്ല രീതിയിൽ പെർച്ചേസ് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്റ്റേജിനാണ് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തു, അതിന് ഏർലി ട്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു വലിയ ഗ്ലോബൽ സ്കെയിലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഫണ്ട്സ് വേണ്ടി വരും. അതാണ് ശരിക്ക് ഒരു ഐഡിയൽ ടൈം നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. ബട്ട് ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സെക്ടേഴ്സിനനുസരിച്ച് മാറും. ഇപ്പം എട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. പക്ഷേ ഡീപ് ടെക് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഐഡിയേഷൻ സ്റ്റേജിൽ തന്നെ ഒരു MVP ബിൽഡ് ചെയ്യാൻ നല്ല രീതിയിൽ ഫണ്ട് വേണ്ടി വരും. അതായത് ഇപ്പോഴത്തെ ഡീപ്പർ ആയിട്ടുള്ള ടെക്നോളജീസ്, ഇപ്പോൾ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ Web3 ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള
അത്തരം സ്റ്റാർട്ടപ്സിനൊക്കെ നമ്മളൊരു MVP ബിൽഡ് ചെയ്യാൻ നമുക്ക് ഫണ്ട് വേണ്ടി വരും, ഹ്യൂജ് മാൻ പവർ റിസോഴ്സസ് വേണ്ടി വരും, ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സ്റ്റാർട്ടപ്സിന് ഐഡിയേഷൻ സ്റ്റേജിൽ തന്നെ ഫണ്ട് എടുക്കാം. അപ്പൊ ഇതിന് ഇന്ന സ്റ്റേജ് ആണ് ആദ്യമായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ എന്നുള്ളതില്ല. അത് നമ്മുടെ ബിസിനസിന്റെ സെക്ടറും ടൈപ്പും ബിസിനസ് മോഡലും പിന്നെ ഫൗണ്ടേഴ്സിന്റെ കഴിവിനും അനുസരിച്ചിരിക്കും. ഇനി ഇതൊന്നും അല്ല, ഒരു ഫണ്ട് റേസ് ചെയ്യാൻ ആവശ്യമില്ലാത്ത ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ പോലും റേസ് ചെയ്യുന്ന ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഫൗണ്ടേഴ്സിന്റെ മികവ്, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പിച്ച് ചെയ്ത് അവർക്ക് ആ ഒരു സിനർജി പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാം. ശരിക്കും ഐഡിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കണ്ടുപിടിച്ച് നമുക്ക് ഏർലി ട്രാക്ഷൻ കിട്ടിയതിന് ശേഷം സ്കെയിൽ ചെയ്യാനുള്ള ആ ഒരു സമയത്താണ്, ആക്സലറേറ്റ് ചെയ്യാനുള്ള ഒരു സമയത്താണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഐഡിയേഷൻ സ്റ്റേജിലും ഫണ്ട് റേസ് ചെയ്യാം. റേസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നു, ഇൻവെസ്റ്റേഴ്സ് തരുന്നു എന്നുള്ളതാണല്ലോ ഐഡിയലി. അപ്പൊ ചോദിക്കാൻ നമുക്ക് എപ്പോ വേണമെങ്കിലും ചോദിക്കാം. അത് തരണോ വേണ്ടതെന്നുള്ളത് ഇൻവെസ്റ്റേഴ്സ് തീരുമാനിക്കുക. അപ്പൊ അവരത് എന്തിന്റെ ബേസിസിലാണ് തീരുമാനിക്കുക? ഒന്ന് ഫൗണ്ടർ കപ്പാസിറ്റിയാണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ആദ്യം നോക്കല് ഫൗണ്ടേഴ്സിന്റെ കപ്പാസിറ്റിയാണ്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഐഡിയ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഫണ്ട് ചെയ്യും. അപ്പം നമ്മൾക്ക് അത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐഡിയേഷൻ സ്റ്റേജിലും ഫണ്ട് റേസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ചെയ്യാറുണ്ട്. നോർമലി ഒരു ഫസ്റ്റ് എക്സിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആ ഫസ്റ്റ് പാർട്ട്, ഫൗണ്ടർ എന്നുള്ള പാർട്ട് ഒറ്റയടിക്ക് ചെക്ക് ലിസ്റ്റ് ഗ്രീൻ ഫ്ലാഗ് ആവും. കാരണം ഫൗണ്ടേഴ്സ് ഓൾറെഡി പ്രൂവൺ ആണ് അവരുടെ ട്രാക്ക് റെക്കോർഡ്. പിന്നെ അവർ പുതിയ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു, അതിനൊരു ബിഗർ ടാം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് വലുതാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഐഡിയേഷൻ സ്റ്റേജിൽ തന്നെ ഫണ്ട് റേസിംഗ് പോസിബിൾ ആവും. ഓക്കെ, എവിടെ നിന്നാണ് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താൻ പറ്റുക? അത് നമ്മുടെ സ്റ്റേജിനനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ വെരി ഏർലി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീസീഡ് റൗണ്ട് ആണ്. പ്രീസീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു MVP ഒന്നും ഇല്ല, നമുക്കൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ MVP ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേസ് ചെയ്യുന്ന റൗണ്ടാണ് പ്രീസീഡ് റൗണ്ട്. അപ്പോൾ പ്രീസീഡ് റൗണ്ടിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവരെ എടുത്ത് നെയ്തർ ഡെപ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇക്വിറ്റി ആയിട്ടോ രണ്ടും ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന റൗണ്ടാണ് പ്രീസീഡ്. സോ അത് അഗെയിൻ ഒരു 0 to 25 lakhs അല്ലെങ്കിൽ 50 lakhs ബേസ്ഡ് ഓൺ അവർ നീഡ്, അത്രയൊക്കെയാണ് അതിന്റെ ഒരു ടിക്കറ്റ് സൈസ് വരിക. അത് കഴിഞ്ഞിട്ട് ഒരു സീഡ് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫാമിലിയെ ഒരു പക്ഷേ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഫണ്ട് ഫാമിലിയിൽ നിന്ന് റേസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പൊ ആ റൗണ്ടിൽ നമ്മൾ ഏഞ്ചൽ റൗണ്ട് ചെയ്യും. അപ്പൊ ഏഞ്ചൽ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HNIs, അതായത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ NRIs അല്ലെങ്കിൽ HNRIs ഇവരുടെയൊക്കെ അടുത്തുനിന്ന് ഇവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അതുമല്ല കയ്യിൽ കാശുണ്ടാവും, ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയത്തുണ്ടാവില്ല. അങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് HNIs NRIs ഉണ്ടാവും. ഇവരാണ് ബേസിക്കലി ഏഞ്ചൽസ് ആയിട്ടുള്ളത്. പക്ഷെ ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ ഏഞ്ചൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്യും. കേരളത്തിലൊക്കെ ഒരുപാട് ഏഞ്ചൽ ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. അതായത് മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക്, മലബാറിലുള്ള HNIs അല്ലെങ്കിൽ മലബാറിലുള്ള NRIs കൂടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക്. അതുപോലെ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് ഉണ്ട്, ഇപ്പൊ ട്രിവാൻഡ്രം ഏഞ്ചൽ നെറ്റ്വർക്ക് വരുന്നുണ്ട്, കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ട് സ്പാർക്ക് ഏഞ്ചൽസ് ഉണ്ട്, കാസർഗോഡ് ബേസ്ഡ് ആയിട്ട് ഫോർട്ട് ഏഞ്ചൽസ് ഉണ്ട്, പിന്നെ തൃശ്ശൂർ പാലക്കാട് ബെൽറ്റിലുള്ള ഒരു ഫിനിക്സ് ഏഞ്ചൽസ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ആക്റ്റീവ്ലി സ്റ്റാർട്ടപ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏഞ്ചൽസിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു 1.5 to 2 lakhs ഒരാളെടുക്കും. എന്നിട്ട് ഒരു 10 പേര് ഒരു 2.5 വെച്ച് എടുത്തു കഴിഞ്ഞാൽ 25 lakhs ആയില്ല, അല്ലെങ്കിൽ 20 പേര് എടുത്തു കഴിഞ്ഞാൽ 50 lakhs ആയി. എന്നിട്ട് 50 lakhs ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ 20 പേരെ നമ്മൾ പോയി മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളെ മാത്രം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അയാൾ പോയിട്ട് ഈ 20 ആളെടുന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഏഞ്ചൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏഞ്ചൽ ഗ്രൂപ്പ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന റൗണ്ട് ബേസിക്കലി സീഡ് റൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രീ സീരീസ്. സീഡ് റൗണ്ടിലാണ് ബേസിക്കലി ഏഞ്ചൽസ് ഇൻവെസ്റ്റ് ചെയ്യല്. അപ്പൊ അതിന്റെ ടിക്കറ്റ് സൈസ് ഒരു 25 lakhs to ഒരു 2 crore 3 crore ഒക്കെയാണ് കേരളത്തിൽ. ഒരു 1 million വരെ ചെയ്യുന്ന ഏഞ്ചൽ ഗ്രൂപ്പ്സ് ഒക്കെ ഇന്ത്യയിലുണ്ട്. അപ്പം ഏഞ്ചലിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമുക്കൊരു MVP ആയി, അതിനെ നമുക്ക് പ്രൊഡക്റ്റിനൊന്നും കൂടി ഒന്ന് അടിപൊളിയാക്കണം, കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഇൻക്രീസ് ചെയ്യണം, ടീം ഒന്ന് സ്കെയിൽ ചെയ്യണം, ഒരു ഏർലി ട്രാക്ഷൻ കിട്ടണം. ഇത്തരം ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സീഡ് റൗണ്ട് ചെയ്യുന്നത്. അപ്പം 1 സീഡ് റൗണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആയി എന്നുള്ളതാണ്. അപ്പം പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ വീണ്ടും ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും സീഡ് റൗണ്ടിൽ തന്നെ. പക്ഷെ അൾട്ടിമേറ്റ്ലി സീഡ് റൗണ്ട് റേസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കിട്ടാനും ഏർലി ട്രാക്ഷൻ ബിൽഡ് ചെയ്യാനുമാണ്. അപ്പൊ വൺസ് ഏർലി ട്രാക്ഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജ് ആയി. അതായത് നമുക്കൊരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട്, കസ്റ്റമേഴ്സ് എല്ലാവരും ഇതിന് നല്ല റെസ്പോൺസ് വരുന്നു, അവർ പേ ചെയ്യാൻ തയ്യാറാണ്. ഇനി നമ്മൾ ആകെ ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് മാർക്കറ്റുകൾ അറിയിക്കണം. വിച്ച് മീൻസ് സ്കെയിൽ ചെയ്യണം, ആക്സിലറേറ്റ് ചെയ്യണം ഗ്രോത്ത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിപ്പിക്കലി റേസ് ചെയ്യുന്നതാണ് പ്രീ സീരീസ് എ അല്ലെങ്കിൽ സീരീസ് എ. അപ്പൊ സീരീസ് എ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ്, അതായത് VC ഫേംസ് എന്നാണ് നമ്മൾ സീരീസ് എ ചെയ്യുക. ചില ഏഞ്ചൽ ഗ്രൂപ്പുകൾ സീരീസ് എ ചെയ്യാറുണ്ട്, ബട്ട് ഐഡിയലി VC ഫേംസ് ആണ് സീരീസ് എ ചെയ്യാറ്. അപ്പൊ സീരീസ് എ കംസ് ഫ്രം 1 million അല്ലെങ്കിൽ ഒരു 500K മുതൽ, അതായത് ഒരു 3 കോടി 4 കോടി മുതൽ ഒരു 15 crore 20 crore 50 crore ഒക്കെ സീരീസ് എ ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പൊ ആ ഒരു സ്കെയിലാണ് സീരീസ് എ ചെയ്യുക. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യല് ബിഗർ മാർക്കറ്റ്സ് അക്വയർ ചെയ്യാൻ. ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു സ്റ്റാർട്ടപ്പിന് US മാർക്കറ്റ് അക്വയർ ചെയ്യണം, അല്ലെങ്കിൽ മെനാ റീജിയനിലേക്ക് പോകണം, അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു 10 to 15 സ്റ്റേറ്റ്സ് ചെയ്യണം, അല്ലെങ്കിൽ മേ ബി ഒരു ഹൈലി
ടിക്കറ്റ് സൈസ് ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പൊ കേരളത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അതിന് തമിഴ്നാട്ടിൽ ഇത് റിപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ സീരീസ് എ ഹെൽപ്പ് ചെയ്യും. അപ്പം സീരീസ് എ എന്ന് പറയുന്ന ഫണ്ട് ഈ പറഞ്ഞ പോലെ റാപ്പിഡ് ഗ്രോത്തിലേക്കാണ് പോവുക. അപ്പം അതാണ് സീരീസ് എ. സീരീസ് എയിൽ ഇത് നമ്മൾ VC ഫേംസ് ആണ് ചെയ്യുക. VC ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിക്വയൊക്കെ പോലെ, ഇപ്പൊ സിക്വയിലെ PKXP അല്ലെങ്കിൽ വെസ്റ്റ് ബ്രിഡ്ജ് ക്യാപിറ്റൽ, അങ്ങനെ ബ്ലൂം വെഞ്ചേഴ്സ്, അങ്ങനെ ഒരുപാട് VC ഫേംസ് അവൈലബിൾ ആണ്. അത് ഓരോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിരിക്കും. അവർ നോർമലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ആരാന്ന് നോക്കുക, അവരെ പോയിട്ട് പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഏഞ്ചൽസിലൊന്നും അധികം അവർ സെക്ടർ അഗ്നോസ്റ്റിക് ആയിരിക്കില്ല. അവർ ഇന്ന സെക്ടറിൽ മാത്രമേ ചെയ്യൂ എന്നുള്ളതുണ്ടാവില്ല. അവർ ഫൗണ്ടേഴ്സിലായിരിക്കും അവർ ബെറ്റ് ചെയ്യുന്നത് കൂടുതലും. പക്ഷെ VC ഫേംസിലേക്ക് വരുമ്പോൾ ഫൗണ്ടേഴ്സ് മാത്രമല്ല, അവിടെ മാർക്കറ്റും അതുപോലെ ഗ്രോത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് അവർ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടായിരിക്കും ചെയ്യുക. അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് തീസിസ് ഉണ്ടാവും. ഇന്ന സെക്ടറിൽ മാത്രമേ ചെയ്യുള്ളൂ, ഡീപ് ടെക് മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എഡ്ടെക് മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഫിൻടെക് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ അവർ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഈ 4 സെക്ടേഴ്സ് മാത്രമാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ സെക്ടർ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് VCs. അപ്പം VCs എന്ന് പറയുന്നത് സീരീസ് എ, സീരീസ് ബി അതൊക്കെ അവന്, സീരീസ് ബി, സി, ഡി, ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര റൗണ്ട് റേസ് ചെയ്യുന്നു അതൊക്കെ സീരീസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഓരോ സീരീസ് റൗണ്ട് കഴിയുന്തോറും പിന്നെ നമ്മുടെ ഒരു ഇത്ര കാലത്തേക്ക് നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാവും. അതായത് അതിനെയാണ് നമ്മൾ റൺവേ എന്ന് പറയാം. എത്ര കാലത്തേക്ക് റൺ ചെയ്യാനുള്ള ക്യാപിറ്റൽ നമുക്കുണ്ട്. അപ്പൊ റൺവേ കഴിയുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ വീണ്ടും അടുത്ത ഫണ്ട് റേസ് ചെയ്യും, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി എത്തുന്നവരെ ഫണ്ട് റേസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു M&A സംഭവിക്കുന്നത് വരെ ഫണ്ട് റേസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു IPO സംഭവിക്കുന്നവരെ ഫണ്ട് റേസ് ചെയ്യും. ടിപ്പിക്കലി ഇതാണ് സംഭവിക്കുക. അപ്പം ഈ പ്രീ സീഡില് അല്ലെങ്കിൽ പ്രീ സീഡ് കഴിഞ്ഞിട്ട് സീഡ് ഫണ്ടിങ്, പ്രീ സീഡിന്റെ സമയത്ത് ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ഓഫ് ഫാമിലിയിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇക്വിറ്റിയാണോ കൊടുക്കേണ്ടത്? ലോൺ ആയിട്ട് റേസ് ചെയ്യുന്നവരുണ്ട്. എപ്പോഴും ലോൺ ആണ് ഐഡിയൽ. കാരണം അവർക്ക് അത് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ എടുക്കാനാണ് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാൻ ഈസി. മറിച്ച് കുറച്ചും കൂടെ ഒക്കെ വിഷനറി ആയിട്ടുള്ള റിലേറ്റീവ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എത്രത്തോളം ഫാമിലീസിൽ അത് ഉണ്ടാവും നമുക്ക് അറിയില്ല. ഈ സ്റ്റാർട്ടപ്സിനെ കുറിച്ചും ഇതിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചും ഇത് സക്സസ് ആയാൽ കിട്ടാൻ പോകുന്ന വെൽത്തിനെ കുറിച്ചൊക്കെ ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഐഡിയലി അവർ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും സാധ്യതയാണ്. പിന്നെ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ആവാന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. പിന്നെ അഗെയിൻ നമ്മുടെ ഫാമിലി ആയിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ ഇത് വൺ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെൽത്ത് പോലെ തന്നെ അവർക്ക് ഒരു അസെറ്റ് അല്ലെങ്കിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് നല്ലതല്ലേ. നമ്മുടെ ഫാമിലി ആണല്ലോ അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ അവർക്കും ആ വെൽത്ത് കിട്ടുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എത്ര ഷെയർ കൊടുക്കും? ഫൗണ്ടേഴ്സ് ഒരു 20% കൂടുതൽ സീഡിലും പ്രീ സീഡിലും ഡൈല്യൂട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, പ്രീ സീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു VC അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമുക്കപ്പോൾ എത്ര പെർസെന്റേജ് വരെ? ഇതും ഭയങ്കര സെക്ടർ സ്പെസിഫിക് ആണ്. ഓരോ സെക്ടേഴ്സിലും ഇതിന്റെ ഐഡിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പ്ലേ ബുക്ക് ഡിഫറെന്റ് ആണ്. ബട്ട് ഐഡിയലി നമ്മളെ ഒരു VCയുടെ അടുത്തൊക്കെ എത്തുമ്പോഴേക്കും നമുക്കൊരു 60 to 80% അടുത്തെങ്കിലും ഇക്വിറ്റി നമ്മളെ കയ്യിൽ വേണം. ഇപ്പോൾ ഒരു MVP ഒക്കെ എത്തിയ മോഡൽസ് ഉള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ട്. ഒന്നും കൂടെ ഒന്ന് സ്കെയിൽ ചെയ്യണം, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ ഫണ്ട് വേണം. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? ഇത് ശരിക്കും നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമുക്ക് ഇത്ര ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് സീക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് എത്താനും വേണ്ടിയിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് ഇപ്പം നോർമലി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ ടൈയൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ഇവന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഇവന്റ്സ് ഉണ്ടാവും. ഇവിടെ എല്ലായിടത്തും ഇവർ വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവരെല്ലാവരും ലിങ്ക്ഡിനിൽ അവൈലബിൾ ആണ്. ഇവർക്ക് എല്ലാവർക്കും വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നോർമലി എല്ലാ ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ വെബ്സൈറ്റ്സിലും നമുക്ക് പിച്ച് ഡെക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അവരെല്ലാവരും നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ത്രൂ നമ്മളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യും. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവിടെ നമുക്ക് പീപ്പിൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിനിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ആ ഏഞ്ചൽ നെറ്റ്വർക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏഞ്ചൽസ് ആരാണ്, അല്ലെങ്കിൽ അത് റൺ ചെയ്യുന്ന എംപ്ലോയീസ് ആരാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് ഡയറക്ട്ലി ലിങ്ക്ഡിൻ ത്രൂ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു 5-6 ഏഞ്ചൽ നെറ്റ്വർക്ക്സ് ആണുള്ളത്. ഇവരെ റീച്ച് ഔട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ലിങ്ക്ഡിൻ ത്രൂ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഇവന്റ്സിൽ വന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഡയറക്ട്ലി പിച്ച് ചെയ്യാം. ഒരു പിച്ച് ഡെക്കിൽ മാൻഡറ്ററി ആയിട്ട് വേണ്ട ഇന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും എന്തായിരിക്കും ആ പിച്ച് ഡെക്കിൽ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന എന്തായിരിക്കും നമുക്ക് പറയാൻ? ഒരു ഐഡിയൽ പിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ മാർക്കറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുക. എന്ത് സൊല്യൂഷൻ നമ്മൾ ബിൽഡ് ചെയ്തു എന്നുള്ളതല്ല, എന്ത് പ്രോബ്ലം ആണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അതാണ് ശരിക്കും മാർക്കറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യം. അപ്പൊ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വി ഷുഡ് സ്റ്റാർട്ട് എ പിച്ച് ഡെക്ക് വിത്ത് ദി പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ബിസിനസ് മോഡലിന്റെ ഒരു സമ്മറി അതിൽ വേണം. എന്താണ് ബിസിനസ് മോഡൽ എന്നുള്ളത്. ട്രാക്ഷൻ ഉണ്ടെങ്കിൽ ട്രാക്ഷന്റെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കണം. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും എന്താണ് നമ്മുടെ USP അല്ലെങ്കിൽ എന്താണ് നമ്മളെ യുണീക്ക് ആക്കുന്നത് എന്നുള്ളത് അതിൽ നമുക്ക് കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ ബെറ്റർ ആണ്. പിന്നെ നമ്മുടെ ടീമിനെ എക്സിക്യൂട്ട് ചെയ്യണം. അൾട്ടിമേറ്റ്ലി ഇതാണ് ബേസിക്കലി അതിൽ വേണ്ട കാര്യങ്ങൾ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഏത് റൗണ്ടിൽ പിച്ച് ചെയ്യുന്നു,
അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റേഴ്സിനെ പിച്ച് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചേഞ്ചസ് ഒക്കെ വരുത്താറുണ്ട്. ഒരു ഫൗണ്ടറുടെ എക്സിറ്റ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? എപ്പോഴാണ് എക്സിറ്റ് ചെയ്യാൻ പറ്റുക? എക്സിറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ബേസിക്കലി യു കാൺ ടൈം യുവർ എക്സിറ്റ്സ്. നമുക്കൊരിക്കലും ഫൗണ്ടേഴ്സിന്റെ എക്സിറ്റ്സ് പ്ലാൻ ചെയ്തൊരു സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ശരിക്കും എക്സിറ്റ് എന്ന് പറയുന്നത്. ബട്ട് എപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ ഒരു മെന്റർ പറഞ്ഞിട്ടുള്ള കാര്യം, യു ബിൽഡ് ലൈക്ക് യു നെവർ വാണ്ട് ടു എക്സിറ്റ് ആൻഡ് യു എക്സിറ്റ് ലൈക്ക് യു ഹാവ് ബീൻ ഓൾവേസ് റെഡി ഫോർ ദാറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഇത് എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 2027 ഇറങ്ങണം, 30 ഇറങ്ങണം, 35 ഇറങ്ങണം, അങ്ങനെ ഒരു പ്ലാനോട് കൂടി നമ്മൾ ഇത് ബിൽഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് ഇറങ്ങരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ ഇതിനെ ഒരു IPOയിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു യൂണിക്കോൺ കമ്പനിയാക്കി മാറ്റണം, അല്ലെങ്കിൽ ഒരു ഇത്ര പ്രോഫിറ്റ് ഉള്ള കമ്പനിയാക്കി മാറ്റണം എന്നുള്ള ഒരു വിഷനിൽ ഇത് ബിൽഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു നല്ല ഓഫർ വരുമ്പോൾ, അല്ലെങ്കിൽ റൈറ്റ് ടൈമാണ്, നല്ലൊരു ഫൗണ്ടർക്ക് റൈറ്റ് ടൈം ടു എക്സിറ്റ് എപ്പോഴാണെന്നുള്ളത് കറക്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു സമയമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇമോഷണൽ കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി ഉള്ള വേറെ പ്രയോറിറ്റീസ് കാരണം, അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലോക്ക് കാരണം അതിൽ പിടിച്ചു നിൽക്കാതെ റൈറ്റ് ടൈം ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ എക്സിറ്റ് ചെയ്യാം. ഈ എക്സിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഇക്വിറ്റി കംപ്ലീറ്റ്ലി ഡിപെൻഡ്സ്. അതായത് ഒരു IPO ആണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഇക്വിറ്റി ഉണ്ടാവും. SME IPO ആണെങ്കിലും നോർമൽ IPO ആണെങ്കിലും കുറച്ച് ഇക്വിറ്റി നമ്മുടെ കയ്യിലുണ്ടാവും, കുറച്ച് ഇക്വിറ്റി പബ്ലിക് ആയിട്ടുണ്ടാവും. അതല്ല ഒരു മേജർ ആണ് എന്നുണ്ടെങ്കിൽ മേജറിന്റെ സ്വഭാവത്തിനനുസരിച്ച് മേ ബി നമ്മുടെ കയ്യിൽ ഇക്വിറ്റി കൂടാം, നമ്മുടെ കയ്യിൽ ഇക്വിറ്റി കുറയാം. മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലെറ്റ്സ് എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, സെയിം ബിസിനസ് ചെയ്യുന്ന B എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പൊ A ആണ് കേരളത്തിലെ നമ്പർ 1, B ആണ് നമ്പർ 2. അപ്പൊ നമ്പർ 3യും നമ്പർ 4ഉം ഫണ്ട് റേസ് ചെയ്തു. അപ്പം മേ ബി ഇവര് നമ്പർ 2ലേക്കും 1ലേക്കും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ആ കോമ്പറ്റീഷനെ തടുക്കാനും വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്കും ബിക്കും അല്ലെങ്കിൽ എക്കും സിക്കും ചേർന്നിട്ട് ഒരു ബിഗർ കമ്പനി ആവാം. അപ്പൊ രണ്ട് കമ്പനികളും തമ്മിൽ മേർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ കമ്പനി ആവുന്നതിനെയാണ് നമ്മൾ മേർജർ എന്ന് പറയുന്നത്. അപ്പൊ മേർജേഴ്സ് എപ്പോഴും സംഭവിക്കുന്നത് കമ്പനിയെ കൂടുതൽ ഗ്രോ ചെയ്യിപ്പിക്കാനും കമ്പനിക്ക് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവാനായിരിക്കും. ഇതിലും കോംപ്ലിമെന്ററി സ്കിൽസ് ഉണ്ടാവും. അതായത് ഒരു കമ്പനി ചിലപ്പോൾ മാർക്കറ്റിൽ അടിപൊളിയായിരിക്കും, ഒരു ടെക് മോശമായിരിക്കും. ഒരു കമ്പനി ടെക്കിൽ അടിപൊളിയായിരിക്കും, മാർക്കറ്റ് മോശമായിരിക്കും. അപ്പൊ ഇവര് തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ എന്തായി, ടെക്കിലും നമ്പർ 1 ആയി, മാർക്കറ്റ് പെനിട്രേഷനിലും സെയിൽസിലും നമ്പർ 1 ആയി. പിന്നെ ആ കമ്പനിനെ അടുത്ത കാലത്തൊന്നും ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് യൂഷ്വലി മേർജേഴ്സ് സംഭവിക്കുക. മേർജേഴ്സ് സംഭവിക്കുമ്പോൾ മേ ബി ഈ A എന്ന് പറയുന്ന കമ്പനിയിൽ 2 ഫൗണ്ടേഴ്സും B എന്ന് പറയുന്ന കമ്പനിയിൽ 3 ഫൗണ്ടേഴ്സും ആയിരിക്കും. അപ്പം ബേസിക്കലി മേർജ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഷെയർ ഹോൾഡേഴ്സ് ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മേർജ് ചെയ്ത് ഉണ്ടാവുന്ന കമ്പനിയിൽ നമ്മുടെ ഇക്വിറ്റി കുറയും, പക്ഷെ അതിന്റെ വാല്യൂ കൂടിയിട്ടുണ്ടാവും. അപ്പം അതാണ് മേർജറിലും ഈ പറഞ്ഞ പോലെ അതൊരു കൈൻഡ് ഓഫ് എക്സിറ്റ് ആണ്. ചില മേർജേഴ്സിൽ എക്സിറ്റ് സംഭവിക്കും, പിന്നെ അക്വിസിഷൻ സംഭവിക്കും. അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗർ കമ്പനി അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനിക്ക് വന്നിട്ട് നമ്മുടെ കമ്പനിനെ അക്വയർ ചെയ്യുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കമ്പനി ഉണ്ട്. ആ നോർത്ത് ഇന്ത്യയിലുള്ള കമ്പനിക്ക് അല്ലെങ്കിൽ UK ബേസ്ഡ് ആയിട്ടൊരു കമ്പനി ഉണ്ട്. UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിക്ക് ഒരിക്കലും മേ ബി ഇന്ത്യയിൽ വന്നിട്ട് ഒരു ചെറിയ എമൗണ്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു സിമിലർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ അതേ ബിസിനസ് ചെയ്യുന്ന, അവരുടെ ലൈൻ ഓഫ് ബിസിനസ് ഉള്ള, ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ഉള്ള ഒരു സിമിലർ കമ്പനി ഇന്ത്യയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനിനെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ മാർക്കറ്റ് ടാപ്പായി. അപ്പൊ അവരെ സംബന്ധിച്ച് ഈസി എന്താണ്, അങ്ങനെ ഒരു കമ്പനിനെ അക്വയർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഫിസിക്സ് വാല സൈലത്തിനെ അക്വയർ ചെയ്തത് ഒക്കെ സിമിലർ ആണ്. ഫിസിക്സ് വാല ഇസ് എ നോർത്ത് ഇന്ത്യൻ കമ്പനി. അവർക്ക് കേരള മാർക്കറ്റും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ അവർ ഇവിടെ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനേക്കാൾ എഫേർട്ട് കുറവാണ് ഇവിടെ ഉള്ള ഒരു നമ്പർ 1 ഓർ നമ്പർ 2 ബ്രാൻഡിനെ അക്വയർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ അക്വിസിഷൻ എന്ന് പറയുക. അപ്പൊ അക്വയർ ചെയ്യുമ്പോൾ എന്താണ്, ആ അക്വയർ ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മേജർ ഇക്വിറ്റി ആ പാരന്റ് കമ്പനി കൊണ്ടുപോയി. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഇക്വിറ്റി എവിടുന്ന പോകുന്നത്, ഫൗണ്ടേഴ്സിന് എടുത്താ പോകുന്നത്. അപ്പൊ അത് അഗെയിൻ 100% ഈ കമ്പനി അക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫൗണ്ടേഴ്സിന് എടുത്ത് ഒരു ഇക്വിറ്റി ഇല്ല. മറിച്ച് ഒരു 60% അക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഈച്ച് ഫൗണ്ടേഴ്സിന് എടുത്ത് ഒരു 10 to 15% ഇക്വിറ്റി ബാക്കി ഉണ്ടാവും. അപ്പം അക്വിസിഷനും ഒരു കൈൻഡ് ഓഫ് എക്സിറ്റ് ആണ്. അതിലും ഈ പറഞ്ഞ പോലെ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ ചോദിക്കുന്നത്, ഒരു ഫൗണ്ടർ എക്സിറ്റ് ചെയ്യുമ്പോൾ ആളുടെ ഇക്വിറ്റി കംപ്ലീറ്റ്ലി ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വാല്യൂ തീരുമാനിക്കപ്പെടുന്നത്? ആ സമയത്തെ കമ്പനിയുടെ വാല്യൂവേഷൻ ആണോ? വാല്യുവേഷൻ ശരിക്കും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു സയന്റിഫിക് മെത്തേഡ് ഇല്ല. അതായത് നമ്മൾ കുറെ ഇൻപുട്സ് കൊടുത്തു, അതിന് കറക്റ്റ് ഒരു വാല്യൂ കിട്ടി. ഒരു ഗുഡ് വിൽ ബേസ് ചെയ്തിട്ടാണോ അത് വാല്യൂ? അത് മോർ ലൈക്ക് എൻ ആർട്ട് എന്നുള്ളതാണ്. ഐ വുഡ് സേ ആർട്ട് ഓഫ് നെഗോഷിയേഷൻ. അതായത് നമ്മളെ വാങ്ങുന്ന ആൾ, ഇപ്പൊ നമ്മളൊരു ലാൻഡിന്റെ പൈസ എങ്ങനെ തീരുമാനിക്കുക? ഇപ്പൊ കളമശ്ശേരി ഈ ജംഗ്ഷനിലുള്ള ഇത്രാമത്തെ നമ്പർ പ്ലോട്ട് ആണെങ്കിൽ അതിന്റെ വില ഇത്രയാണെന്നുള്ളത് ഒരാൾ തീരുമാനിച്ചിട്ടില്ല. അതെന്താണ്, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിലുള്ള നെഗോഷിയേഷൻ ആണ്. സെയിം തിങ് ഹാപ്പൻസ് വിത്ത് ഓൾ ദി അസറ്റ്സ്. എല്ലാ അസറ്റ്സും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു കാറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കാറ് വാങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു വിലയുണ്ട്.
പിന്നെ ഒരാൾക്ക് അത് വിൽക്കുമ്പോൾ അത് ആർട്ട് ഓഫ് നെഗോഷിയേഷൻ ആണ് അല്ലേ. ഓക്കെ, പക്ഷെ എന്നാലും അതൊരു ക്രൈറ്റീരിയ ഇല്ലേ? ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നെഗോഷിയേഷൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെഗോഷിയേഷനിൽ ഇൻവെസ്റ്റേഴ്സ് ചെറിയ എമൗണ്ട് പറയാനും ഇതിന്റെ ഫൗണ്ടേഴ്സ് വലിയ എമൗണ്ട് പറയാനും ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനും ഇവര് സയൻസ് ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനി 100 കോടി വാല്യൂവിൽ എത്തിയത്? അതിനൊരു ABCD റീസൺസ് പറയുന്നത് സയന്റിഫിക് ആണ്. അതിനെ ബേസ്ഡ് ഓൺ റവന്യൂ പറയാം, ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് പറയാം, ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഷെയർ പറയാം, ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ പറയാം. ഇതെല്ലാം നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഴ്സ് ഉപയോഗിക്കും. ദ സെയിം പ്രോപ്പർട്ടീസ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ആസ് വെൽ. ഇൻവെസ്റ്റേഴ്സിനും ഈ സെയിം കാര്യങ്ങൾ പറഞ്ഞിട്ട് വാല്യുവേഷൻ താത്താനും വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മള് അഗൈൻ ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് മോർ ബേസ്ഡ് ഓൺ അവർ ട്രാക്ഷൻ ആൻഡ് ഫ്യൂച്ചർ പ്രൊജക്ഷൻസ്. അത് ഒരു DCF മെത്തേഡിലൂടെ ഉണ്ടാക്കാം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. DCF എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. അതിലൂടെയൊക്കെ നമുക്കൊരു വാല്യുവേഷൻ ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ബട്ട് അൾട്ടിമേറ്റ്ലി ഇൻവെസ്റ്റേഴ്സും ഫൗണ്ടേഴ്സും നമ്മളെ നെഗോഷിയേഷനിലാണ് ആ വാല്യുവേഷൻ തീരുമാനിക്കുക. സെയിം ഹാപ്പൻസ് വിത്ത് മെർജർ ആൻഡ് അക്വിസിഷൻ ആസ് വെൽ. അക്വിസിഷനിലും അക്വയർ ചെയ്യുന്ന കമ്പനിയും കമ്പനിയുടെ ഫൗണ്ടേഴ്സും അക്വയർ ചെയ്യപ്പെടുന്ന കമ്പനിയുടെ ഫൗണ്ടേഴ്സും ഇരുന്നിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ഇത് തീരുമാനിക്കുക. അത് അതിന്റെ ഒരു ഐഡിയൽ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് 200ഓളം പിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റ്. ഒരു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? ഉണ്ടായിരുന്ന ചലഞ്ചോ അല്ലെങ്കിൽ സംതിങ് ഭയങ്കര രസകരമായിട്ടുള്ള എന്തെങ്കിലും സംതിങ് എക്സ്പീരിയൻസ്? ഞങ്ങൾ പിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം സ്കേലബിലിറ്റി ആണ്. ഓക്കെ, അതായത് നമ്മളൊരു കോർ ടെക് ആയിട്ടുള്ള ബിസിനസ് അല്ലായിരുന്നു, സർവീസ് ബിസിനസ് ആണ്. അത് ടെക് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, ടെക് ഇനേബിൾഡ് സർവീസ് ആണ്. ശരിക്കും എടെക് എന്ന് പറയുമ്പോഴും ടെക് ഇനേബിൾഡ് സർവീസും ഉണ്ട്, ടെക് ആയിട്ടുള്ളതും. ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക് പ്രൊഡക്റ്റ് ആണല്ലോ. ഇത് നമ്മൾ ഒരു സർവീസ് കൊടുക്കാൻ ടെക് ഉപയോഗിക്കുന്നു. അതാണ് ബേസിക്കലി ഇന്റർവെൽ ചെയ്യുന്നത്. അപ്പൊ ഒരു ടെക് ഇനേബിൾഡ് സർവീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്കെയിൽ ചെയ്യുമ്പോൾ കുറെ പീപ്പിൾ ഡിപെൻഡൻസി ഉണ്ട്. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് ലെറ്റ്സ് സേ 10,000 കുട്ടികളെ പഠിപ്പിക്കാൻ 5,000 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 1,00,000 കുട്ടികളെ പഠിപ്പിക്കാൻ 50,000 ടീച്ചേഴ്സ് വേണ്ട എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്കെയിലബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വൺസ് ഞാൻ രസകരമായ ഒരു കാര്യം എന്ന് ചോദിച്ചതുകൊണ്ട് പറയാം, ഞങ്ങൾ 25 ലക്ഷം മന്ത്ലി റവന്യൂ ഉള്ള ഒരു സമയത്താണ് ഞാൻ പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് സ്കെയിലബിലിറ്റി ഇഷ്യൂ പറഞ്ഞു. ഇത് മാക്സിമം നിങ്ങൾക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് 50 lakh വരെ സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനൊരു 50 lakh കഴിഞ്ഞ് ഒരു 60 lakh 70 lakh ഉള്ള സമയത്ത് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോയി, സെയിം ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോയി. അപ്പൊ അവർ പറഞ്ഞു ഫൗണ്ടേഴ്സ് അടിപൊളിയാണ്, അതുകൊണ്ട് നിങ്ങൾ 60 lakh വരെ എത്തിച്ചു. പക്ഷെ 1 crore എബോവ്, എത്ര നല്ല ഫൗണ്ടർ ആണെങ്കിലും 1 crore എബോവ് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതേപോലെ വീണ്ടും ഞങ്ങൾ പോയിട്ട് വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണമല്ലോ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത്. ഫണ്ട് എന്തായാലും റേസ് ചെയ്തേ പറ്റൂ പുതിയ മാർക്കറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം 1 crore നമ്മൾ ഹിറ്റ് ചെയ്തിട്ട്, അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു 4-5 months ഗ്യാപ്പിലാണ് ഓരോ മൈൽ സ്റ്റോൺസ് സംഭവിക്കുന്നത്. 1 crore ഞാൻ ഹിറ്റ് ചെയ്തപ്പോൾ ഞാൻ അഗൈൻ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോയിട്ട് പിച്ച് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതും ഇത് സ്കെയിലബിൾ ആണോ എന്നുള്ളത് തെളിയിച്ചു. ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളെ ക്ലോസ്ലി വാച്ച് ചെയ്യാം, നിങ്ങൾ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഇത്ര സമയം കഴിഞ്ഞാൽ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ പിന്നെയും വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരൊരു സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തു. പക്ഷെ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് മന്ത്ലി റവന്യൂ 2 crore എത്തി. മന്ത്ലി റവന്യൂ 2 crore എത്തി. അപ്പോഴും നമുക്ക് ഫണ്ട് റേസ് ചെയ്യണം. പക്ഷെ അപ്പൊ നമ്മൾ പിച്ച് ചെയ്തപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ ആവറേജ് ടിക്കറ്റ് സൈസ് 1 to 1.5 crore ആണ്. അപ്പം അവര് 1 crore തരാം, അതിന് ഇക്വിറ്റി ഇത്ര വേണം എന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള മറുപടി എന്ന് പറയുന്നത് 1 crore എന്ന് പറയുന്നത് എന്റെ 2 weeks അല്ലെങ്കിൽ ഒരു 1.5 weeks റവന്യൂ മാത്രമാണ്. ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടുന്നത്, ഞാൻ ഇത്ര ഇക്വിറ്റി കൊടുക്കുന്നത് എനിക്ക് ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ബേസിക്കലി അവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിൽ നിന്നും ഞാൻ മാറി എന്നുള്ളതാണ്. ഞാൻ വേറെ സെഗ്മെന്റിൽ എത്തി. പിന്നെ എനിക്ക് ഈ ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ അടുത്ത് പിന്നെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നീട് ഞാൻ അങ്ങനെ ഉണ്ടല്ലോ, ഓരോ നെറ്റ്വർക്കിനും ഓരോ ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ എനിക്കൊരു 10 കോടി വേണം അല്ലെങ്കിൽ ഒരു 15 കോടി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബേസിക്കലി കേരളത്തിലെ ഏഞ്ചൽ നെറ്റ്വർക്ക്സ് ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ മേ ബി ഒരു മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ അടുത്ത് പോകേണ്ടി വരും. ചെയ്യില്ല എന്നല്ല, ബട്ട് ടിപ്പിക്കലി ചെയ്യാറില്ല. ഐഡിയലി അവർ ചെയ്യാറില്ല. ഐഡിയലി അവരുടെ ടിക്കറ്റ് സൈസ് ഒരു 1 to 2 crore ഒക്കെയാണ്. അപ്പോ ഇത് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് അഗെയിൻ ഈ 200 ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പിച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ ഓരോ ഇൻവെസ്റ്റേഴ്സും ഫണ്ട് തന്നിട്ടില്ലെങ്കിലും അവർ ഫണ്ടിനേക്കാളും വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ ഉത്തരം മുട്ടിപ്പോകും. ബേസിക്കലി എന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം മുട്ടുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഒരു സ്ഥലത്ത് ഉത്തരം മുട്ടുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്നെ ചാലഞ്ച് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ കോൺഫിഡൻസിൽ ഡൗട്ട് വരുന്നതിന് മുന്നേ എനിക്കത് പ്രൂവ് ചെയ്യണം, എന്നെ കൊണ്ട് അത് പറ്റുമെന്നുള്ളത്. അപ്പൊ എന്റെ കോൺഫിഡൻസ് ആണ് എപ്പോഴും എന്റെ ധൈര്യം. ആ കോൺഫിഡൻസിന്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നതും ഈ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാ റിസ്കുകൾ എടുക്കുന്നതൊക്കെ. അപ്പൊ ആ കോൺഫിഡൻസിന് അഫക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു പേസിൽ ഓടാൻ പറ്റത്തില്ല.
അപ്പൊ അതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹെവിലി അതിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അവർ തരുന്ന ഓരോ ചാലഞ്ചസും അവർ തരുന്ന ഹേർഡിൽസ് ഒക്കെ ചാടിക്കടക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സമയത്ത് ഒബ്ജക്റ്റീവ് തന്നെ. അപ്പൊ അവർ എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അടുത്ത ഇൻവെസ്റ്റർ അടുത്ത് പോകുമ്പോൾ നമ്മൾ അതിന് സൊല്യൂഷൻ കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്ത് എത്തിയപ്പം ഇന്റർവെലിന്റെ സ്കെയിലിംഗ് കുറച്ചും കൂടെ അടിപൊളിയായി, സ്കെയിലിംഗ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയി എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഇനിയുള്ള ഇന്റർവെലിന്റെ സ്കെയിലിംഗ് എങ്ങനെയാണ്? നോർത്തിലേക്കൊക്കെയാണോ? എന്താണ് ഒരു ഫേസ്? അതായത് ഇന്റർവെലിന് ഒരു മാർക്കറ്റ് ഇന്റർവെൽ ടാപ്പ് ചെയ്തു, അവിടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉള്ള ഒരു ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ഇന്റർവെൽ ഐഡന്റിഫൈ ചെയ്തു. ആ പ്രൊഡക്ട്സ് ഇനി സ്കെയിൽ ചെയ്യണം, ഡിഫറെന്റ് മാർക്കറ്റ്സിൽ കൊണ്ടുപോയിട്ട് പെനിട്രേറ്റ് ചെയ്യണം. ഓൾറെഡി SOPs ആയി, ടീമായി, ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചറായി, കുറച്ചും കൂടെ ഓട്ടോമേറ്റഡ് ആയി പ്രോസസ്സുകളൊക്കെ. അപ്പൊ അവിടെ ഇനി വേണ്ടത് ഇത് ഡിഫറെന്റ് മാർക്കറ്റ്സിൽ കൊണ്ടുപോയി ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത്തരം ഡൈവേഴ്സിഫിക്കേഷൻസ് ആയിരിക്കും ഇനി ഇന്റർവെൽ വരിക. കൂടുതൽ ജോഗ്രഫീസിലേക്ക് ഇന്റർവെൽ എക്സ്പാൻഡ് ആവും, കൂടുതൽ ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യും. അതായത് ഇപ്പൊ കേരളത്തിൽ വർക്ക്ഔട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് മേ ബി ഡൽഹിയിൽ വർക്ക്ഔട്ട് ആവണമെന്നില്ല, ഡൽഹിയിൽ വർക്ക്ഔട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് മേ ബി ലണ്ടനിൽ വർക്ക്ഔട്ട് ആവണമെന്നില്ല. അപ്പൊ അവിടെയൊക്കെ പ്രൊഡക്ട്സിൽ ചെറിയ ട്വീക്സ് വരുത്തിയിട്ട് റിസർച്ച് ചെയ്യണം, അവിടെ ആ ട്വീക്സ് വരുത്തണം. റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കണം, എന്നിട്ട് ആ ഐട്രേഷൻസ് കൊണ്ടുവന്നിട്ട് ആ പ്രൊഡക്ട്സ് അവിടെ കൊണ്ടുപോയി സെല് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഓട്ടോമേറ്റഡ് പ്രോസസ് ആവുമ്പോൾ ഇനി വേണ്ടത് അത്തരം കൈൻഡ് ഓഫ് ആൾക്കാരാണ്, എക്സിക്യൂട്ടീവ്സിനെയാണ് ഇനി കൂടുതൽ വേണ്ടത്. അതായത് വിഷനിൽ ഇനി ഒരുപാട് മാറ്റം വരാനൊന്നുമില്ല. വിഷനൊക്കെ അൾട്ടർ ചെയ്ത് നമ്മളൊരു വിഷനിൽ എത്തി. ഇനി അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരെ ടീമിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. സോ ആ ഒരു സ്റ്റേജ് എത്തി ഇന്റർവ്യൂവിൽ. ഓക്കെ ഫൈൻ. ആസ് എ CEO എത്ര ഹവേഴ്സ് ഇപ്പോൾ ഓഫീസിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്? ഞാൻ ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ്. ഞാൻ ഓഫീസിൽ പോകാറിലും കുറവാണ്. കാരണം ബേസിക്കലി ഒരു സിഇഒന്റെ പണി എന്ന് പറയുന്നത് ഓഫീസ് പോലെയല്ല. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് സിഇഒന്റെ ഐഡിയൽ ടാസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിഇഒന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടാസ്ക് എന്ന് പറയുന്നത് ടു പ്ലേസ് റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം എന്നുള്ളതാണ്. കറക്റ്റ് സമയത്ത് കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് ആൾക്കാരെ പ്ലേസ് ചെയ്യലായിരിക്കണം. അപ്പൊ ഞാനൊരു അടിപൊളി CCU ടീം ബിൽഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ടുള്ള ഒരു സീനിയർ ലെവൽ ലീഡർഷിപ്പ് അടിപൊളി ടീമിനെ ബിൽഡ് ചെയ്തു. അപ്പൊ കമ്പനി ഇപ്പൊ അവരാണ് റൺ ചെയ്യുന്നത്. അപ്പൊ ഒരു സിഇഒനെ സംബന്ധിച്ച് ഒരു കമ്പനിയുടെ ഓരോ ലൈഫിൽ ഓരോ പീരീഡിനനുസരിച്ച് ഓരോ പ്രയോറിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ ഫണ്ട് റേസിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഗ്ലോബൽ എക്സ്പാൻഷൻ ആയിരിക്കും, ചിലപ്പം അസോസിയേഷൻസ് ബിൽഡ് ചെയ്യലായിരിക്കും സ്കെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള. സോ അത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും ഓഫീസ് സ്പേസ് എന്ന് പറയുന്നത് റെലവെന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്റർനാഷണൽ ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് അരീക്കോട് ആ ഓഫീസിൽ പോയിരിക്കേണ്ട ഒരു ആവശ്യമില്ല, എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും വർക്ക് ചെയ്യാം. പക്ഷെ ഒരു സിഇഒ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ എപ്പോഴും ഈ 2 hours ഓഫീസിൽ സ്പെൻഡ് ചെയ്താലും 16 hours ഓഫീസിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും മെന്റലി 24 മണിക്കൂറും ലോഗിൻ ആണ്. ഇത് ലോഗ് ഔട്ട് ആവുന്ന പ്രോസസ് ഇല്ലല്ലോ. ഞാൻ ഇവിടെ വരുമ്പോഴും ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നു, ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യുന്നത് അതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഫാമിലി ടൈം ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് മനസ്സിൽ എപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ തലച്ചോറിൽ എപ്പോഴും ഉള്ളത്. അപ്പൊ അതുകൊണ്ടൊരു ഓഫീസ് പോകുന്നത് അല്ലെങ്കിൽ ഒരു ചെക്ക് ഇൻ സിസ്റ്റത്തിലൊന്നും സിഇഒനെ അല്ലെങ്കിൽ ഫൗണ്ടറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ ഓഫീസിൽ പോകല് വളരെ റെയർ ആണ്. പോകുമ്പോൾ 15-16 hours ഒക്കെ മേ ബി സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 12 hours ഒക്കെ എന്തായാലും സ്പെൻഡ് ചെയ്യും പോകുന്നുണ്ടെങ്കിൽ. കാരണം ഒരുപാട് ടീം മീറ്റിംഗ്സും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യൽ, ഫ്യൂച്ചർ ഡിസ്കസ് ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പോകും. അല്ലാതെ ഇത്ര സമയം ഓഫീസിൽ വേണ്ട റിക്വയർമെന്റ് ബേസിക്കലി സിഇഒക്കോ അല്ലെങ്കിൽ ഫൗണ്ടർക്കോ ഇല്ല. ആഫ്റ്റർ എ സെർട്ടൈൻ പീരീഡ് ഒരു അതായത് കമ്പനിയിൽ ഒരു സ്ട്രക്ചറായി, അതായത് ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തു, പിന്നെ ആ സിസ്റ്റം സ്കെയിൽ ചെയ്യാണ് വേണ്ടത്. ആ സ്കെയിൽ ചെയ്യാനുള്ള ആൾക്കാരെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഓടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ടാസ്ക് ആയി കഴിഞ്ഞാൽ, അതായത് ആ കൃത്യസമയത്ത് കമ്പനിക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി അത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കമ്പനിയിൽ കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് എത്തി അവർക്ക് അതിനുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിഇഒസ് ഗെയിം ഈസ് ഡിഫറെന്റ്. ഇപ്പോൾ റമീസ് 1-2 സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ലിങ്ക്ഡിനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, 1-2 പോസ്റ്റുകളൊക്കെ ആയിട്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇതിലാണ്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ഇൻവെസ്റ്റർ അല്ല. കാരണം ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പൈസ ഇടുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, തിരിച്ചെടുക്കുന്നു. അതാണ് ശരിക്കും ഇൻവെസ്റ്റർ. അവർ അസറ്റ് ബിൽഡ് ചെയ്യാണ് അല്ലെങ്കിൽ വെൽത്ത് ബിൽഡ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ അല്ല, ഞാൻ ഒരു ഫൗണ്ടർ ആണ്. എനിക്ക് ഒരുപാട് ഫൗണ്ടേഴ്സിന് ബിൽഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. സ്പെസിഫൈഡ് ആയിട്ട് എന്തെങ്കിലും ഒരു നീഷിലാണോ? നീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്ടർ വൈസ് ഒരു നീഷ് അല്ല. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഒന്നെങ്കിൽ എന്റെ നാട്ടിലുള്ള പിള്ളേരായിരിക്കും, അതല്ലെങ്കിൽ എന്റെ കമ്പനിയിലെ എക്സ് എംപ്ലോയീസ് ആയിരിക്കും. അതിലാണ് ഞാൻ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് എന്റെ ഒരു പേഴ്സണലി ഉള്ള ഗോളാണ്. ഒരു ഫൗണ്ടർ എന്നുള്ള എനിക്ക് ഒരുപാട് ഫൗണ്ടേഴ്സിനെ ബിൽഡ് ചെയ്യണം എന്റെ കമ്മ്യൂണിറ്റിയിൽ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഇൻവെസ്റ്റർ എന്ന് വിളിക്കുന്നില്ല. ഐ ആം ജസ്റ്റ് എ ഫൗണ്ടർ ക്രിയേറ്റിംഗ് അതർ ഫൗണ്ടേഴ്സ്. അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് എൻ നമ്പർ ഓഫ് ഫൗണ്ടേഴ്സ് ഫ്രം മൈ കമ്മ്യൂണിറ്റി എന്നുള്ളത്. അപ്പൊ ഇന്റർവെലിൽ തന്നെ there are 10+ സ്റ്റാർട്ടപ്സ് ഇൻകോർപ്പറേറ്റ് ഇന്റർവെലിന്റെ എക്സ് എംപ്ലോയീസ്. അപ്പൊ അത് ഒരു ഫൗണ്ടർ എന്നുള്ള എന്റെ പേർപ്പസ് അതും കൂടെ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ എഫേർട്ടും ടൈമും എന്റെ സമയവും ഒക്കെ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ
അങ്ങനെ ചെയ്ത് ആവശ്യമുള്ളവർക്ക് കുറച്ച് പൈസയും കൊടുത്തു. ഓക്കെ, ഐ സോ ദാറ്റ് പോസ്റ്റ് ഇന്റർവെൽ മാഫിയ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഫൗണ്ടർ എന്നുള്ളവർക്ക് ഞാൻ സക്സസ്ഫുൾ ആയില്ലേ. മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫിസിക്സ് വാല 1100 crore ലോസ് ലാസ്റ്റ് ഇയർ ബുക്ക് ചെയ്തു, സ്വിഗ്ഗി 1200 crore ലാസ്റ്റ് ഇയറിൽ. എന്താണ് ഇതിന്റെ ഒരു ഇക്വേഷൻ? അതായത് ഇത് പേഴ്സ്പെക്ടീവ്സ് ഡിഫറെന്റ് ആണ്. ഒരിക്കലും ലോസ് എന്ന് പറയുന്നതിന് ഒരു ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അവരൊക്കെ ലോങ് ടേം ഗെയിമാണ് പ്ലേ ചെയ്യുന്നത്. അത് ഓരോ സ്റ്റാർട്ടപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലെറ്റ്സ് സേ മീഷോ ആവട്ടെ, സൊമാറ്റോ ആവട്ടെ, ഇവരൊക്കെ ഹ്യൂജ് ലോസ് ഉണ്ടായിരുന്ന കമ്പനികളാണ്. ദേ ആർ ഓൾമോസ്റ്റ് അറ്റ് പ്രോഫിറ്റ് ലെവൽ, പ്രോഫിറ്റിലേക്ക് എത്താൻ തുടങ്ങി. സൊമാറ്റോ പബ്ലിക് കമ്പനി ആയിട്ട് ലിസ്റ്റ് ചെയ്തു, ഇനി മീഷോ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇ കൊമേഴ്സിൽ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പം ഇതെപ്പോ ഒരു ലോങ് ടേം ഗെയിമാണ് അവർ ചെയ്യുന്നത്. ആ ലോങ് ടേം ഗെയിം ആണെങ്കിൽ പോലും ഇതിന്റെ ഗ്രോത്ത് റാപ്പിഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ലോസ് സംഭവിക്കുന്നത്. അപ്പൊ ആ റാപ്പിഡ് ഗ്രോത്തിൽ ലോസ് സംഭവിക്കുന്നത് ഇറ്റ്സ് വെരി കോമൺ. അതിനെ നമുക്ക് ആ ലോസ് പോവേണ്ട സമയത്ത് അതിനെ ലോസ് ആക്കാനും റാപ്പിഡ് ഗ്രോത്തിനും വേണ്ടിയിട്ട് ലോസ് ബിയർ ചെയ്യാനും, എന്നാൽ ഇതിനെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിക്കാനുള്ള ഒരു വിഷനും ഈ ഒരു പാത്വേ നമുക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ദർ ഈസ് നത്തിങ് ടു ലൂസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നമുക്ക് ലോസിൽ തന്നെ കമ്പനി റൺ ചെയ്യാം. ആ പാത്വേ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ. അല്ലാതെ നമുക്ക് ഇപ്പൊ ലോസ് ഉണ്ട്, ഇത് എപ്പോൾ പ്രോഫിറ്റ് ആവും നമുക്ക് അറിയില്ല, സ്റ്റിൽ ലോസിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മീനിങ്ലെസ്. അപ്പൊ ഇവരെല്ലാവരും ആ വിഷനോട് കൂടി വർക്ക് ചെയ്യുന്നതാണ്. ഫിസിക്സ് വാല ഈസ് ഗോയിങ് ടു IPO ഈ ഇയറിൽ. അപ്പൊ അവർ IPO പോകുന്നതിന് മുന്നേ അവർക്ക് പ്രോഫിറ്റബിലിറ്റി അവർ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അത് അവരെന്തായാലും പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിക്കും. പിന്നെ ഫിസിക്സ് വാല വാസ് പ്രോഫിറ്റബിൾ ഫോർ എ വെരി ലോങ് പീരീഡ്. ഒരുപാട് കാലം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അവർക്ക് IPO പോകുന്നതിന് മുന്നേ ദേ ഷുഡ് ഗ്രോ വെരി റാപ്പിഡ്ലി. ആ ഒരു സൈസിലേക്ക് അവർ എത്തണം. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബേൺ ചെയ്യേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം അവർ ബേൺ ചെയ്തത്, എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം 176 crore എക്സ്പെൻസിന്ന് 900 crore എക്സ്പെൻസിലേക്കൊക്കെ എത്തി. അപ്പൊ അത് അങ്ങനെ ഗ്രോ ചെയ്യാനാണ്. അതിൽ ഒരുപാട് അക്വയർ ചെയ്യുന്നുണ്ട് ഒരുപാട് കമ്പനീസിനെ. അതിൽ അക്വയർ ചെയ്ത കമ്പനീസിൽ ലോസ് ഉള്ള കമ്പനീസ് ഉണ്ട്, പ്രോഫിറ്റ് ഉള്ള കമ്പനീസ് ഉണ്ട്. ഇപ്പൊ സെയിം തിങ് ഹാപ്പൻ വിത്ത് ബൈജൂസ് ആസ് വെൽ. ബൈജൂസിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റാർട്ടപ്സ് അക്വയർ ചെയ്തപ്പം സ്റ്റാർട്ടപ്സ് കൂടുതൽ ലോസ് മേക്കിംഗ് ആയതുകൊണ്ട് ബൈജൂസിന്റെ താളം തെറ്റിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയും ഇത് സംഭവിക്കാം. അപ്പം നമ്മൾ വെരി ഫാസ്റ്റ്ലി ഗ്രോ ചെയ്യുമ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻ വേണം, ക്ലിയർ ആയിട്ട് ആ ക്ലാരിറ്റി വേണം, ഇത് എങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്താം എന്നുള്ളത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ഗോയിങ് ലോസ് പോകുന്നതിന് പ്രശ്നമില്ല. സെയിം തിങ് ഹാപ്പൻസ് വിത്ത് സ്വിഗ്ഗി ആൾസോ. സ്വിഗ്ഗിയും ഹ്യൂജ് ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഐ ബിലീവ് ദേ ഹാവ് എ വെരി ക്ലിയർ പിക്ചർ, ഇത് ഏത് സമയമാകുമ്പോൾ എങ്ങനെ പ്രോഫിറ്റബിൾ ആവും എന്നുള്ളത്. ഇപ്പൊ ബൈജൂസിൻ്റെത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ നിന്നുള്ള ഒരു എട്ടക്കാണല്ലോ, അതായത് വേൾഡ് മുഴുവൻ ഒരു ടൈമിലേക്ക് ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നതാണ്. ലൈക്ക് എന്താണ് എക്സാക്ട് ഇഷ്യൂ എന്തായിരുന്നു? അത് കം ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? നമ്മൾ അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്നത് ഒരുപാട്. കാരണം ഇന്ന് കേരളം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി മലബാർ നോക്കിക്കഴിഞ്ഞാൽ ഒരു എട്ടെക് ഹബ്ബായി മാറി. മലബാർ എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് യാസർ നല്ലപോലെ അറിയാം, ഒരു എട്ടെക് ഹബ്ബായി മാറി. അപ്പൊ ഇന്ത്യയിൽ എന്നല്ല, എസ്പെഷ്യലി കേരളത്തിലൊക്കെ ആ എട്ടെക് വേവിന്റെ ഒരു സ്റ്റാർട്ട് ക്രിയേറ്റ് ചെയ്തത് ശരിക്കും ബൈജു തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ മാർക്കറ്റ് പെനിട്രേഷനിലും അതുപോലെ തന്നെ ഒരുപാട് ഇതിനെ ഡീസെൻട്രലൈസ് ചെയ്യാനും ഓൺലൈനിൽ പഠിക്കാം എന്നുള്ള നോമൊക്കെ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തതിലും ബൈജൂസ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് വലിയ റോള് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ഒരുപാട് ഗവേണൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കൾച്ചർ റിലേറ്റഡ് ആയിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലും കസ്റ്റമേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന ഏരിയാസിലും അവർക്ക് ചില പിഴവുകൾ പറ്റി. പിന്നെ റാപ്പിഡ് ഗ്രോത്ത് ആയിരുന്നു. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇമ്പാക്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അതായത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും പേസിൽ അവർ ഗ്രോ ചെയ്തത്. ഹ്യൂജ് വെഞ്ചർ ബാക്ക്ഡ് ആയിരുന്നു. അതായത് VC ഫണ്ട് നല്ല രീതിയിൽ അവൈലബിൾ ആയിരുന്നു ആ സമയമായതുകൊണ്ട്. അപ്പൊ അവർ ആ ഫണ്ട് വെച്ചിട്ട് വെരി റാപ്പിഡ്ലി ഗ്രോ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എത്ര സ്പീഡിൽ ഓടിയാലും നമുക്ക് ആ റേസ് ഫസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽസ് ക്ലിയർ ആയിരിക്കണം, നമ്മുടെ സ്റ്റാർട്ട് ക്ലിയർ ആയിരിക്കണം, നമ്മുടെ ബോഡി പോസ്റ്റർ ക്ലിയർ ആയിരിക്കണം. ഇപ്പൊ ഹേർഡിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ചാട്ടം ആയി കഴിഞ്ഞാലും എത്ര സ്പീഡിൽ ഓടിയാലും ഹേർഡിൽസിൽ അവസാനത്തെ ചാട്ടം അതിന് തട്ടി വീണ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്, എത്ര സ്പീഡിൽ ഓടിയാലും. സെയിം തിങ് ഹാപ്പൻസ് വിത്ത് സ്റ്റാർട്ടപ്സ് ആസ് വെൽ. അതായത് നമ്മൾ എത്ര സ്പീഡിൽ ഓടിക്കഴിഞ്ഞാലും നമ്മൾ വീണ് പോകരുത്, അതിനുള്ള ഒരു ഗവേണൻസ് നമ്മുടെ ഉള്ളിൽ വേണം. ഫൈൻ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സ്ലോ ഗ്രോത്ത് സ്റ്റഡി ആകും എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ ഇന്നത്തെ സിനാരിയോയിലും? ഒരിക്കലും അല്ല. സ്ലോ സ്റ്റഡി ആവാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. കാരണം ഒന്ന്, ടെക്നോളജി ഈസ് ഗ്രോയിങ് അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് സ്പീഡ്, അല്ലെങ്കിൽ ടെക്നോളജി ഇവോൾവ് ആവുന്നത് ഭയങ്കര സ്പീഡിലാണ്. ഇപ്പൊ ചാറ്റ് ജി പി ടിയിൽ നമ്മൾ അപ്ഡേറ്റ്സ് കാണുന്നത് എത്ര ഷോർട്ട് പീരീഡ്സിലാണ്. അവർ ഓൾമോസ്റ്റ് 2 months ഒരു ഹ്യൂജ് ആയിട്ടുള്ള റിലീസസ് വരുന്നുണ്ട്. സെയിം തിങ് ഹാപ്പൻസ് വിത്ത് പെർപ്ലക്സിറ്റി ആസ് വെൽ. അപ്പൊ ടെക് അത്രയും ഹൈ പേസിൽ ഇവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് കാര്യമില്ല. എന്നാൽ ടു സ്പീഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽസ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അത് സസ്റ്റൈനബിൾ ആവുകയില്ല.
അപ്പൊ ആ ഒരു നമ്മുടെ സെക്ടർ നോക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നോക്കിയിട്ട് അതിന്റെ മാർക്കറ്റൊക്കെ നോക്കിയിട്ട് ഒരു ഐഡിയൽ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സ്ലോ ആയതുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇവിടെ ആലോചിക്കുന്നത് ചുരുങ്ങിയത് ഒരു 1000 പേരെങ്കിലും ഭൂമിയുടെ പല ഭാഗത്തിരുന്ന് ആലോചിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതിന്റെ ഒരു 10 വർഷം മുന്നേ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. എന്ത് ഐഡിയ ആണ്, എന്ത് യൂണീക്ക് ഐഡിയ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും അത് 10 വർഷം മുന്നേ തന്നെ ചിന്തിച്ചവരുണ്ടാവും. ഇപ്പൊ നിലവിൽ ഒരു 1000+ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ അതില് സർവൈവ് ആവുന്നത് ഒരു 1% ആയിരിക്കും. 10 പേര്, 1000 ഒരു 10 പേരൊക്കെ സർവൈവ് ആവാനുള്ള പ്രോബിലിറ്റി ഉള്ളൂ. അതാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങും. ഓക്കെ. ഇന്നിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ ന്യൂസുകൾ ജെൻസി എംപ്ലോയീസിനെ കുറിച്ച് വരുന്നുണ്ട്. അതായത് അവരെ റിട്ടൻഷൻ ഭയങ്കര പാടാണ്. നമ്മുടെ പഴയ കമ്പനീസിലൊക്കെ 20 കൊല്ലം 25 കൊല്ലമൊക്കെ ആയിട്ട് ഒരേപോലെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ജെൻസിയിലേക്ക് വരുമ്പോൾ റിട്ടൻഷൻ റേറ്റ് ഭയങ്കര കുറവാണെന്നും അതുപോലെ അട്രോസിറ്റീസ് ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറയുന്നൊരു ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട്. എന്താണ് ഒരു വ്യൂ ഉള്ളത്? എനിക്ക് മനസ്സിലായത് ആക്ച്വലി ജെൻസി ഡസന്റ് കെയർ അബൌട്ട് ലോയാലിറ്റി ടു കമ്പനീസ്. ദേ ആർ ജസ്റ്റ് ലോയൽ ടു ഗ്രോത്ത് അല്ലെങ്കിൽ ലേണിംഗ്, ഫ്രീഡം, സെൽഫ് റെസ്പെക്ട്, ഇത്തരം കാര്യങ്ങളോടൊക്കെയാണ് അവർ കൂടുതൽ ലോയൽ. അപ്പൊ ഒരിക്കലും ഒരു കമ്പനിയിൽ ജോലി തരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പനി ശമ്പളം തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ജെൻസിയും ലോയൽ ആവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാലഘട്ടം മാറി. അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പട്ടിണി മാറ്റാനും വേണ്ടിയിട്ട് ആയിരുന്നു ആൾക്കാർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റുന്നത് ഈ കമ്പനിയാണ് എന്നുള്ളത് കൊണ്ട് കമ്പനിയോട് ലോയൽ ആവും. അതല്ല ഒരു സമയത്ത് അതും കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സമയത്ത് എന്തായി, ഇപ്പൊ നമ്മുടെ പേരൻസിന്റെയൊക്കെ കാലഘട്ടത്തിൽ അവര് നമുക്ക് നല്ല എഡ്യൂക്കേഷൻ തരണം, നമുക്ക് നല്ല കരിയർ ഉണ്ടാവണം, അതുകൊണ്ട് തന്നെ അവർക്ക് സേവിങ്സ് വേണം, സേവ് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലൊക്കെ ആയിരുന്നു ഇവർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്, നമ്മുടെ പേരൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഡ്രീംസിലേക്കൊക്കെ അവരെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാ? ഈ കമ്പനീസാണ്. അതുകൊണ്ട് അവരും കമ്പനിയോട് ലോയൽ ആയിരുന്നു. പക്ഷെ ഇന്ന് എന്തിനാണ് ഇപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ള, ഞാൻ ജെൻസി അല്ല എങ്കിൽ പോലും എന്റെ ഏജിലുള്ളവര് അല്ലെങ്കിൽ ജെൻസി ആയിട്ടുള്ളവർ എന്തിനാണ് അവർ ജോലിക്ക് പോകുന്നത്? അവർക്ക് കുടുംബത്തില് പട്ടിണിയില്ല. അതിൽ മെജോറിറ്റി ആൾക്കാർക്ക്, ഒരു 99% ആൾക്കാർക്കും പട്ടിണിയില്ല, അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആണ്. അവർക്ക് സേവിങ്സിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി പേരൻസിന്റെ അടുത്ത് സേവിങ്സ് ഉണ്ട്. അവരാരും അവരുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കമ്പനിയോട് ലോയൽ ആവേണ്ട ആവശ്യമില്ല. അവരെന്തിനാണ് ജോലിക്ക് പോകുന്നത്? അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അവർക്ക് ഫ്രീഡം കിട്ടാൻ, അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ. എല്ലാവരും കരിയർ ഒബ്സസ്ഡ് ഒന്നുമല്ല, പക്ഷേ ജിയോഗ്രഫിക്കലി ചില ഏരിയാസിലൊക്കെ കരിയർ ഒബ്സസ്ഡ് ആയിട്ടുള്ള ജെൻസി ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ കരിയർ ഇംപ്രൂവ് ആവണം. പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീഡം ടു മൂവ്, ഫ്രീഡം ടു തിങ്ക്, ഫ്രീഡം ടു സ്പീക്ക്. ഇത് കൊടുക്കുന്ന കമ്പനികളോട് അവർ ലോയാലിറ്റി കാണിക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്ന ഫൗണ്ടേഴ്സിനോട്, ഇത് കൊടുക്കുന്ന മാനേജറിനോട് അവർ ലോയലാണ്. അപ്പം നമുക്കൊരിക്കലും എന്തല്ല ജെൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ തന്നെ 400-500 ജെൻസീസ് ഇന്റർവെല്ലില് 98% ജെൻസിയാണ്. അപ്പം ജെൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വർക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 10 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ മില്ലേനിയൽസ് അല്ലാത്തവർ അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള ആൾക്കാരൊക്കെ അവരെല്ലാവരും ഫീൽഡ് ഔട്ട് ആവും അല്ലെങ്കിൽ റിട്ടയർ ആവും. പിന്നെ മില്ലേനിയൽസ് വരും. ഈ മില്ലേനിയൽസും കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞാൽ മില്ലേനിയൽസും കഴിയും. പിന്നെ ഭൂമിയിൽ ജെൻസി മാത്രമേ ഉള്ളൂ വർക്ക് ഫോഴ്സ് ആയിട്ട്. അപ്പൊ ആ സമയത്ത് കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ജെൻസി ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ എല്ലാ കമ്പനികളിലും വരണം. അപ്പൊ അവരെങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം? അവർക്ക് സ്പേസ് കൊടുക്കണം, അവർക്ക് ഫ്രീഡം കൊടുക്കണം. എന്തൊക്കെ ഫ്രീഡം കൊടുക്കണം? ഫ്രീഡം ടു സ്പീക്ക്, അവർക്ക് സംസാരിക്കാനുള്ള ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം ടു മൂവ്, അവരോട് നിങ്ങൾ ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്ത് പോകണം, ഇന്ന സമയത്ത് മാത്രമേ ചായ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഫ്രീഡം ടു സ്പീക്ക്, അവർക്ക് ഒരു മീറ്റിംഗിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഹയറാർക്കിയിൽ സ്പീക്ക് ചെയ്യലൊന്നും അവർക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം, അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം, അവർക്ക് മനസ്സിൽ തോന്നുന്ന അഭിപ്രായം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിൽ തോന്നുന്ന വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് വേണം. അപ്പൊ അത്തരത്തിലുള്ള ഫ്രീഡം കിട്ടുമ്പോൾ അത് കൊടുക്കുന്ന കമ്പനിയോടും അത് കൊടുക്കുന്ന വ്യക്തികളോടും അവർ ലോയൽ ആവും എന്നുള്ളതാണ് എനിക്ക് ഇന്റർവെല്ലിന്റെ എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ളത്. കമ്പനി കൾച്ചർ, ഇറ്റ്സ് ഓൾ അബൌട്ട് കൾച്ചർ. കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർക്ക് റിട്ടൻഷൻ നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഇൻസൈറ്റ്സ്. കാരണം ഞങ്ങൾ ഒരുപാട് പേര് ലുക്ക് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ആൻസേഴ്സും ആയിരുന്നു ഇത്തരം കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്.